ஹலோ கேஸ், வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ இன்றைக்கி நம்ம பார்த்தீங்கன்னா இங்கே வந்து இது படமும் வந்து ரொம்ப நாளாக வந்து சொல்லுங்கிறான். பாருங்க இதே தான் நம்மளும் சொல்லுங்கிறோம் நிறைய எல்லா வீடியோலையும். இல்லைங்க, நாங்கள் டைம் கச்சா பார்க்குறோம் தான் சொல்கிறோம், நாங்கள் மாட்டோம் தான் சொல்கிறோம். ஸோ இன்னைக்கு வந்து நம்ம பார்க்க போகிற படம் ஜோ அண்ட் ஜோ. நம்ம நிறைய ஜோ பார்த்துருவோம். ஜோஜி, அப்புறம் வந்து ஜோசஃபு. ஆமாம், ஜோசப். ஸோ இது வந்து டைரக்ட் பண்ணவர் வந்து அருண் டி ஜோஸ். அங்கே ஒரு ஜோ இருக்குது. ஸோ இவர் வேற என்ன படம் பண்ணிக்கிறாரு நான் நமக்கு தெரிஞ்சு, அது நம்மளுக்கு தெரியல, ஏன்னா பார்த்துட்டு தெரியல, அதனால தான் இது ரிட்டன் பை வந்து அருண் டி ஜோஸ் அண்ட் ரவீஷ் நாத். அண்ட் இந்த படத்தோட காஸ்டிங் யார் பார்த்தீங்கன்னா, நம்ம அழகிய லைலா, நிக்கிலா விமல், மேத்யூ தாமஸ், ஜானி ஆண்டனி. இவர் தானே ஜெல்லு வந்து கண்ணில் வலிஞ்சது அழுவுற. இன்னொன்று தெரியுமா, மியூசிக் போய் யார் பாரு, கோவிந்தாவா 96 அவர் தான் வந்து இது படத்தோட மியூசிக்கு. இப்போலாம் கேஸ்டிங் செட் போகிறதுக்கே கீழே பயமாக இருக்குது, ஏன்னா டப்புன்னு வந்துடுறாங்க. ஆனால் சில சர்ப்ரைஸ்லாம் நல்லாவே இருக்குது பார்க்கும்போது. செம்மன் சாக்கு வந்து இந்த படத்தோட எடிட்டரு ஆர்டிஎக்ஸ். இது வந்து இந்த படத்தோட ஹானரை மலையாளம் லாங்குவேஜ் காமெடி ஃபிலிம். எஸ், காமெடி மூவி. இந்த மலையாளம் இது பார்த்தீங்கன்னா இவர் மேத்யூ தாமஸும் நேஷனல் எப்பவுமே சேர்ந்து தான் நடிப்பாங்க. ஸோ அவங்க காம்பினேஷனில் இதுனா எத்தனாவது படம்? தண்ணீர் மத்தன் பார்த்தோம். பிரேமலூர்ல ஒரு கேமியோ இதில் வந்து ரெண்டு பேருமே ரொம்ப நேரம் வருவாங்கன்னு நினைக்கிறேன். ஸோ ஜோ அண்ட் ஜோ. ஆமாம், ஜோ அண்ட் ஜோ ரியாக்ஷன் போகலாம். സുന്ദര, എല്ലാവരും കളർ കോൺട്രാസ്റ്റ് நிறைய இருக்கு. ആരും നമ്മളെ ട്രാക്ക് ചെയ്യാൻ പാടില്ല. ഇതിനു മുമ്പേ അടി കൂടിയിട്ടില്ല, ആദ്യമായിട്ടാ. കൂടെ നിന്നാ മതി, ഞാൻ നോക്കിക്കോളാം. നീ ആ ലൈറ്റർ തന്നെ. സിഗരറ്റ് അടിക്ക് പോறீங்களா? ജോമോനെ, നാഷണൽ വോയിസ് மாதிரி അവൻ വന്നാൽ ഒന്നും സമയം കാണത്തില്ല. സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കണം. തല്ലിയാ മതി. ജോമോനെ, അവൻ വന്നടാ, ചെന്ന് ചോദിക്കടാ. என்னடா அது பெருசா வருது? என்னது பேர் ஃபுல் பேர் போடுடா. அது என்ன நம்மளுக்கு தெரியணும்லடா. லாக்டவுன் ஸ்டார்டிங் போடுது. அலைவர் வந்துட்டாரு, குளிச்சுட்டு வராங்க. லாக்டவுன் போட நல்லா இருக்கும். எனக்கும் அம்மா യൂണിവേഴ്സൽ ടെക്നിക് പോകുന്നത്. ഫോൺ ഓഫ് பண்ணி ஜோ ஃபேன். ഇപ്പൊ ചുട്ടു തരാം. കൈയുടെ ഒരു ഏക്കർ അങ്ങ് പോയി. ഇന്നും ഉള്ളി കറിയാണോ? ചിക്കൻ കറി ഒന്നുമില്ലേ? പിന്നെ ചിക്കൻ പോയി ചാച്ചനോട് ചോദിക്കും. വേണ്ട, എനക്കറി. അമ്മേ, ദോശ മരിഞ്ഞില്ല, അടുത്തത് കുറച്ചുകൂടി മരിക്കണേ. പല്ല് തേക്ക് മാട്ടാ. ഇപ്പൊ തരാടാ. അതെ, കൊച്ചിന് ഫീസ് അടയ്ക്കാൻ സമയമായി. ഫീസോ? അഡ്മിഷൻ ഒന്ന് കോളേജിൽ പോയതാ, പിന്നെ പരിസരത്തേക്ക് പോയിട്ടില്ല. എന്നാ പിന്നെ ഫീസിന് നല്ല കുറവുണ്ടോ? അതുമില്ല. ഫീസ് അടച്ചില്ലെങ്കിൽ ക്ലാസ് കടിച്ചത് പാമ്പാണ് പെഴുതാനാണെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഓ, ഡോക്ടറാ? കൊച്ചിന് ദോശ വേണോ? എന്നാ ചായ എടുക്കട്ടെ. നിന്റെയൊക്കെ ടൈം അളിയാ. തിന്നാ തൂറുക തിന്നാ. ஜோமோ പോലീസ്
പോലീസുകാരുടെ അടുത്ത് പറഞ്ഞ് തീരാന്നുള്ളത് നിന്റെ പിള്ളേരുടെ ഇടപാടും. ലോക്ക്ഡൌൺ സമയത്ത് ട്യൂഷൻ അക്ക തങ്ങച്ചി അക്ക തങ്ങ പോലീസ് പോയി പറഞ്ഞു കൊടുക്കാം. പറയൂടി. പട്ടിന്റെ കൊല കൊലിക്കൂടെ വീട് കൊണ്ടൊന്നും പറ്റൂല. ഡേ, ഈ പയറൊന്നും അരിഞ്ഞു വെച്ചിട്ട് പോടി. என்னடா സബ്ടൈറ്റിൽ അനിയാൻ പോകുന്നില്ല. ലില്ലി സ്ക്രാപ്സ് കോക്കനട്ട്. അവനോട് പോയി പറ. അവന് ക്ലാസ് ഉള്ളതല്ലേ? ആ, അമ്മ ഈ പറഞ്ഞത് ഭയങ്കര പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണ്. എന്തോ? അതായത് അവനെ പോലെ എനിക്കും ഉണ്ട് ക്ലാസ്. എഞ്ചിനീയറിംഗ് അല്ലാന്നല്ലേ ഉള്ളൂ. വീട്ടിലൊരുമാതിരി ലിംഗ വ്യത്യാസം കാണിക്കരുതില്ലേ? പൊടി. ഈ വോളിബോളും കളിച്ചേർന്ന് പ്രീ ഡിഗ്രി തോറ്റ അമ്മയോട് ഇത് വല്ലതും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സയൻസാ സയൻസ്. ഓ, രാവിലെ എഴുന്നേറ്റ് മുടിയും കെട്ടാതെ പിശാചിനെ പോലെ കണ്ട സിനിമയെല്ലാം കണ്ടിട്ട് ഓരോ ഡയലോഗും പറഞ്ഞുകൊണ്ട് വരും. ഓടി വാടാ മോനെ വാ. யாரா அது? இவர் நினைக்கிறேன் அந்த கன்னட ஆக்டரா? இல்லை 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 அந்த மாஸ்டர் கராத்தே மாஸ்டர் இருப்பார் ஆர்டிஎக்ஸில் வருவார். നൈസ് ആയിട്ട് വേണമെങ്കിൽ ജയം കഴിഞ്ഞാ മൂപ്പര. എടേ നീ കെട്ടുവാണെങ്കിൽ ഇങ്ങനത്തെ നട്ടലുള്ളവന്മാരെ അല്ലാതെ നിന്റെ അപ്പനെ പോലെ കണ്ട മണകുടഞ്ഞമാരുടെ പുറകെ ഒന്നും നീ പോകരുത്. ഇത് എന്ത് പറ്റില്ല അവിടെ. അത് നിന്റെ അമ്മയ്ക്ക്. ലിയോలో അത് എടാ മതിയടാ, ഇറങ്ങി, എനിക്ക് ക്ലാസ് ഉണ്ട്. എടാ മതിയടാ, എടാ തെണ്ടി ഒന്ന് തുറക്കടാ. വിശ്വാസം പോകാനും സമ്മതിക്കില്ല. നിന്നോട് ഞാൻ പറഞ്ഞില്ല എന്റെ ഫേസ് ക്രീം എടുത്ത തേക്കല്ലെന്ന്. മാറാ മാറാ. പടി. me. Today, we are going through an important topic in physics, that is quantum mechanics. എപ്പോഴും ഒരു ബസ് സ്റ്റോപ്പിലോ കോളേജിലൊക്കെ വെച്ച് മാത്രം കണ്ണും നോക്കിയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നിരുന്ന ആ ഒരു കാലമില്ലേ? ക്ലബ് ഹൗസ് എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ കത്ത് എഴുതുന്ന രീതി. പറഞ്ഞത് ശരിയാ. That the current through a conductor between 2 points is directly proportional to the voltage across the 2 points. Introducing the constant of proportionality, where I is the current through the conductor in units of ampere. V is the voltage measured across the conductor in സുന്ദര, സാറിന് ക്ലാസ് ഉണ്ട്. കൊറോണ കഴിയുമ്പോഴത്തേക്കിനും ജീവനോടെ ബാക്കിയുണ്ടോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. എന്തിനോ വേണ്ടി ക്ലാസ്സിൽ കയറുന്ന കുറേ എണ്ണങ്ങൾ. സിസ്റ്റം ശരിയല്ല. അല്ല, നിനക്ക് ക്ലാസ് ഇല്ലേ? രാജരാജേശ്വരിക്ക് ഇന്ന് ജയന്തി, അതുകൊണ്ട് കർണാടക ഫുൾ അവധിയാ. ബ്രേക്കിംഗ് ബാഡ് ലൈറ്റ് വാറ്റാണല്ലേ? ഓ, നിങ്ങൾ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ വൈ, ഞങ്ങൾ ഹിന്ദുക്കൾ ഉണ്ടാക്കിയ വാറ്റ്. എക്സൈസ് പിടിച്ചാൽ ജാതി മതമൊന്നും ഇല്ലട്ടാ. സ്വന്തം ആവശ്യത്തിനുണ്ടാക്കിയ ആരും പിടിക്കത്തില്ല. നീ ഇത് ചൂണ്ടി വെക്കാതിരുന്നേച്ചാ മതി. വെറുതെ അല്ല നിന്നെ കയറ്റി അടിച്ചിറക്കിയത്. എന്നാ നീ എഴുതി. എടാ ഞാൻ CBSE അല്ലടാ. അപ്പൊ മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല. ഞാൻ എഴുതിക്കോളാം. ഹിന്ദി மட்டும் தான் முடியும். இங்கிலீஷ் கற்றுக்கணும் டேக் பண்ணுறேன் ഞാൻ മാത്രമല്ല. സാൻസ്ക്രിറ്റിൽ അതുപോലെ. ഞാൻ എന്നാത്തിനാ? ഞാനൊന്നുമില്ല, പോടാ. എൻ്റെ മീശയില്ലാത്ത ചേട്ടാ പ്ലീസ് വരണം. സോഷ്യൽ സർവീസ്. ഓക്കെ, പോകേണ്ട സ്ഥലം പറ. അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷൻ സംവെയർ ഇൻ തരിയോട്. ഹലോ നിമിവാവേ, ഐ ആം കമ്മിങ്. ഓക്കെ, ഇവൻ പേരും ജോളോ വരണം. ഞാനിവിടെ ഇറങ്ങി നിൽക്കണമായിരിക്കും അല്ലേ? എങ്ങനെ മനസ്സിലായി? അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു കീഴ്വഴക്കം. പോട്ടെ. പിന്നെ അവിടെ പോയി അളിച്ച് വാരില്ല എൻ്റെ പൊന്നേബി. വേണ്ട അവിടെ തന്നെ എന്നാ മതി. മാസ്ക് ഇട്. ഡെൽറ്റ ഇറങ്ങിയിട്ടുണ്ടെന്നാ പറയുന്നത്. നീ ആ കൈ കാണിച്ചേ. അതും വന്നു. ഞാൻ മറ്റേ കൈ ആരാ? അത് സാർ പാഴ്സൽ കൊറിയർ. അതിന് ഇവിടുന്ന് ആരും ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. സാർ ഒരു നിമ്മി മാത്യൂസ്. ആ അത് മോളാ, ഇങ്ങ് തന്നേരെ. അല്ല സാർ, OTP വരണ്ട്. OTP. ആ മോളെ നിമ്മി. എന്താ പാപ്പാ? മാസ്ക് ഇട്ടോണ്ട് പാടി. കൊറോണ
മൂത്ത് നിൽക്കുമ്പോഴാണ് അവളുടെ ഒരു അല്ലെങ്കിൽ വേണ്ട നീയേ ആ OPT ഇങ്ങ് പറഞ്ഞു തന്നാ മതി. അല്ലെങ്കിൽ വേണ്ട സാർ, ഞാൻ സെറ്റ് ആയിക്കോളാം. താങ്ക് യു ഫോർ യുവർ സർവീസ്. പോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. തന്തയുള്ള കാര്യം പിശാച് പറഞ്ഞില്ല, വെറുതെ രാവിലെ കുളിച്ചു. മിസ്റ്റർ ആൻഡ് മിസ്സസ് സാരിവാൽ ആൻഡ് ഓൾ അതർ ഗപ്പീസ്, നമുക്ക് കുറേ മുട്ടയിട്ട് 1000 കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണ്ടേ? ഓക്കെ, அந்த இது கொண்டு போற மாதிரி தான் இருக்குல்ல கொரோனா பீரியட்ல. அது ஒரு பெஸ்ட் டைம் டு ப்ளேடா அது. என்னடா வேலை பார்க்குறாங்க? என்னடா மீன் பிடிக்க போகிறாங்களா? மீன் பிடி எல்லாரும் ஸ்டூடெண்ட்ஸ்ரா. சும்மா கொரோனா டைம் நம்பால் செல்லக் கட்டப்பா. ഞാൻ ഓടിച്ചോളാം, നീ ഒന്ന് കൂടെ വന്നാ. എന്നിട്ട് വേണം പോലീസ് ഓടിക്കാൻ. നല്ല ഫൈനാ ഇപ്പൊ. മോളെ തൽക്കാലം ഓടിയിട്ട് ഉരുട്ടിയാ മതി. നന്ദിയില്ലാത്ത പാട്ടി. നിന്നെ അല്ല. എന്താടാ വൃത്തികേടാ. ആർക്ക്? എനിക്കോ അതോ നിനക്കോ? മാറ്. Of Thrones, if you see alone, நல்லா அக்கா. போர் அடிக்குது. വിഷയത്തിൽ ഇപ്പൊ ആരും വരുന്നില്ല. അതങ്ങനെ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങിട്ട് വേണ്ടേ പാമ്പ് അടിക്കാൻ. ஹோம் ஃபுல்லாக ஹேண்டு தான்ல. ജോജി പടം കണ്ട് സൂപ്പറാണ്. മനസ്സിലായി വരണ്ടെന്നല്ലേ? അതും അന്ന ടൈമിൽ റിലീസ് ആണ്. കുഴപ്പമില്ലടാ, കുഴപ്പമില്ല. இல்லை லூடோ ஆடிங்களா? அது നന്നായി നടക്കട്ടെ. പൈസ കേട്ടോ. അതാരാ പിന്നെ? അതാരാ? എൻ്റെ അമ്മായി. എവിടുത്തെ? ഒന്ന് ബഹുമാനിച്ചേക്കാം. നീ തന്നെ അങ്ങ് കട്ടാക്കിയ. ബിരിയാണി കഴിച്ച കാലം മറന്നു. നന്ദിയില്ലാത്ത നീയോ? CBSE-ക്കാരെ സംസാരിക്കും. ഞാൻ പോരാ. പിടിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നാണക്കേടാ. മനോജേ, മനോജേ, என்னடா சின்ன பையன் தானே அவன்? എടാ മനോജ് സുന്ദര, നീ ഏത് ലോകത്താ? ഞാൻ വിളിച്ചിട്ട് നീ എന്താ വിളിയാക്കാത്തെ? അല്ല, അറിയാലോ ഈ നാട്ടിൽ തന്നെ ആകെ മനോജ് എന്ന് വിളിക്കുന്നത് ജോ മാത്രം. അതാ റിയാക്ഷൻ ഡിലേ ആയത്. മിസ്റ്റർ മനോജ് സുന്ദരൻ. ഓ എന്തോ, നീ ഓൾറെഡി സുന്ദരനല്ലേ, പിന്നെ നിന്നെ എന്തിനാ സുന്ദരാന്ന് വിളിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ നിന്നെ മനോജെന്ന് വിളിക്കുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തോ അപ്പം ജോക്ക് ഇഷ്ടമുള്ള പോലെ വിളിച്ചോ. അപ്പൊ അത് പോട്ടെ. ദേ എന്റെ മോസ്കോ ഗോൾഡിന് കുഞ്ഞുങ്ങളായി കണ്ടാ? കണ്ടായിരുന്നു. വിക്കുവല്ലോ അല്ലേ? ആ ലോക്ക്ഡൗൺ അല്ലേ, അതൊക്കെ ഒന്ന് മാറിക്കോട്ടെ, നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്താ നിനക്കുള്ള. അതെ, ഇത് തീരാറായോ? നീ എങ്ങനെ അറിഞ്ഞു? ജോ മരത്തി കാണുമ്പോ ഞാൻ മനസ്സിൽ അതങ്ങനെ അല്ലല്ലോ മനോജെ. അങ്ങനെയല്ലേ? ആ ദേ വിളിക്കുന്നു, ചെല്ല്. അതൊന്നും സാരില്ല. പോടാ, വേഗം പോ. അവന് എന്തിനാടാ കിടന്ന് കാറുന്നത്? ഞാൻ വരുവല്ലേ. എപ്പോ വന്നാലും ബാക്കി പോണവന്. നീ അവിടെ എന്തെടുക്കുവായിരുന്നടാ? ബിസിനസ് ഡീൽസ്. അതെ, ഉണക്കമീൻ്റെ. ജീവനുള്ള മീൻ വെളിക്കിട്ടുന്ന സ്ഥലമുണ്ടോ? എന്തിനാണ് அக்கா மீன் வளர்க்குறாங்க, மீன் பிடிக்க போறாங்க. മനോജെ, ഇന്നാടാ ഗപ്പി ഫീഡിന്റെ കാശ. ഇതൊന്നും വേണ്ട ചേച്ചി. നിന്റെ ഉണ്ടാവില്ലല്ലോ, നീ വെച്ചോ വെച്ചോ. പോട്ടെ. ഞാനും കൂടി വരട്ടെ, എനിക്ക് ഇവിടെ ഇരുന്ന് ബോറടിച്ചു. അതിനിപ്പോ എന്താ പോരെ? ആണോ? ഞാൻ ഡ്രസ് മാറിട്ട് പോലെ. ഇല്ല 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 നിനക്കെന്താ വട്ടാണോ? എടാ
ചേച്ചിയല്ലേ പാവം പോന്നോട്ടെ പാവം. വലിക്കാൻ പറ്റില്ലടാ പോങ്ങ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നാളത്തേക്ക് സാധനം മേടിക്കാൻ കാശായി. കൊള്ളാം. പാവം ചേച്ചി വിഷമായി കാണും. നമുക്കൊരു ദിവസം ചേച്ചിനെ കൂടി കൊണ്ടുപോകണം. കൊള്ളാം. ചേച്ചി സുന്ദര, എന്നേക്കാളും 3 വയസ്സ് മൂത്തവളെ ഞാൻ എടീന്ന് വിളിക്കും. നിന്നേക്കാളും 1 വയസ്സ് മൂത്തവളെ നീ എന്തിനാ ചേച്ചിന്ന് വിളിക്കുന്നത്? എടി മതി ജോമോളെ. എടാ മോനെ ജോമോനെ, ഞാൻ നിന്നൊക്കെ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് 1ാം ക്ലാസ് മുതൽ കണ്ടു തുടങ്ങിയതാ ജോമോളെ. പണ്ട് സ്കൂളിൽ കരഞ്ഞു പോയി നിന്ന് എന്നെ ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കിയത് ജോമോള. അതിന് ശേഷമാണ് ഞാൻ നിന്നൊക്കെ കണ്ടത്. സമയമുണ്ടല്ലോ, പയ്യെ മാറ്റി മാറ്റി ജോമോളുടെ കഥ. എടാ ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഫിറോസിക്കയുടെ വീഡിയോ. ഏത് ബക്കറ്റ് ചിക്കൻ? കഴിഞ്ഞ ലോക്ക്ഡൌണിൽ എല്ലാരും ധൈര്യം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, പിന്നെ പിന്നൊന്നുമില്ല. ചേട്ടാ 6 ഗോൾഡ് 3 സെന്റർ ഫ്രഷ്. ഒരു മിനിറ്റ് പണിയുണ്ട്. ഇതൊക്കെ ആൾക്കാരുടെ കണ്ണിക്കൊള്ളൂല്ലോ ചേട്ടാ. കുറച്ച് മാറിയുന്ന പോരെ. എത്ര 6 ഗോൾഡ്. ബാക്കി ഇവിടെ കിടന്നോട്ടെ. മുറുക്കാൻ വേണം? മുറുക്കാൻ വേണ്ട, സെന്റർ ഫ്രഷ് എടുത്തു. അവന്റെ അമ്മാവൻ അവനെ ഇപ്പൊ പൊക്കും. അവനെ പൊക്കെ നമ്മളെയും പൊക്കും. നാട് മുഴുവൻ പാട്ടാവും. മുങ്ങിയാലും ഈ മാസ്കിന്റെ ഒരു ഗുണമേ സ്വന്തം അമ്മാവന് വരെ മരുവനെ തിരിച്ചറിയാൻ പറ്റണില്ല. ആ പന്നക്കളവനെങ്ങാനും കണ്ടിരുന്നെങ്കിൽ നാട് വിടേണ്ട അവസ്ഥയാനെ. ചൊറിയനാണ് അങ്ങേര്. அவர் வந்து இதை வாங்குவது பற்றி அவர் ஹான்ஸ் வாங்குறாரு. அவர் ഇപ്പൊ തന്നെ ഈശോത്തി പോയത്. സൂക്ഷിച്ച്. അതിനെന്താടാ ഫോണിൽ കൂടെ പരിപാടി നടക്കണല്ലേ? ലുഡോ കളി അടുത്ത പഞ്ചായത്തായിട്ട് പോലും അവളെ 2 മാസമായിട്ട് കണ്ടിട്ടില്ല. ഇനിയിപ്പോ എന്നെ വിളിക്കണോട്ടോ. എറിയുമ്പോ അങ്ങോട്ട് നീക്കി അവിടെ സിറ്റിയിൽ இந்த மாதிரி பசங்களாம் தனியாக உட்காந்து என்னடா அது? இதுடா മാസ്ക് എല്ലാ ദിവസം വരുന്നുണ്ടല്ലോ. മറലില്ലാത്ത സാധനങ്ങളും ഇല്ല. എടാ നോക്കി നിൽക്കുമ്പോഴല്ലേടാ ബ്ലാക്കോ ഒന്ന് മീൻ പിടിച്ച് കയറ്റുന്നേ. 10,000 രൂപ വിലയുള്ള മുതൽ. കൊറേ കാശ് ഉണ്ടായിട്ട് എന്ത് കാര്യം? ഒരു സ്റ്റാൻഡ് പോലും ഇല്ല. മണ്ടൻ പരിഷ്കാരി. അവനെ കണ്ടൂടാ. അവൻ്റെ ഒരു ബോച്ചെ മാസ്ക്. വിന്റെ അങ്ങോട്ടാണ്. അപ്പൊ അവിടെ കാസ്റ്റ് സൂപ്പർ. കണ്ടില്ലേ ഞാൻ വന്ന ബസ് ഒരു 250 ഗ്രാം. എന്തുവാടാ സിഗരറ്റ് വേണോ? സിഗരറ്റ് എടുക്കല്ലേ? ചൂടാവുന്നില്ലേ? ഒന്ന് എണീറ്റ് പോടാ. ഞാൻ പോരാവേ. மாட்டிக்க போதுன்னு நினைக்கிறேன். 2 பேர் வரைக்கும் എടാ എന്തൊക്കെ അല്ല അവന്റെ ഹുക്കിലാണെന്ന് തോന്നുന്നേ. അവന്റെ ഹുക്കോ? നൈസായിട്ട് വലിക്ക് പൊട്ടട്ടവന്റെ ഹുക്ക്. കൊടുക്കണ്ട കളിയൊക്കെ ട്യൂഷൻ എടുക്കുമ്പം ചേച്ചി അങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
അല്ലായിരുന്നു ഞാൻ നമിതയൊക്കെ ഒന്ന് കാണായിരുന്നു. വരാത്തേ നല്ലത്, അല്ലെങ്കിൽ അവൾ അവരുടെ മുമ്പിൽ വെച്ച് നായി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വോൾട്ടാണ്. ഇവനടാ അവൻ അക്കാണ്ടാൻ ഇടിപ്പന്തുறான். സച്ചിൻ ടെണ്ടുൽക്കർ தெரியுமா? എടാ മോനെ ജോ, ഇതിനെ നീ വീട്ടിൽ കൊണ്ടോ. തരില്ലാന്ന് പറഞ്ഞിട്ട്? അല്ല നിന്റെ അമ്മച്ചിയുടെ ഡൗട്ടൊക്കെ ഒന്ന് മാറട്ടേടാ, നീ കൊണ്ടോക്കോ. നിനക്ക് ഞാൻ നാളെ വാളനെ തരും. സ്രാവ് മതിയായിരുന്നു. Potential difference not the same as potential energy. നിങ്ങൾ പ്രോബ്ലം ചെയ്തിരുന്നു. Potential energy. That why അമ്മച്ചി കണ്ടാ? കൊള്ളാലോ. ഇന്ന് ചക്കപ്പുഴുക്കിന് എന്നാ കറി വെക്കുമെന്ന് ഓർത്ത് വിഷം ഏതായാലും മീൻ കറിയായി. അമ്മച്ചി ഇതൊന്നകത്തോട്ട് വെച്ചേക്കണേ. ഇങ്ങ് താ വെച്ചേ. ഇതിന് നല്ല ഉളുമ്പായിരിക്കും. കല്ലപ്പ് മുഴുവൻ തീരും. നീ ഒരു കാര്യം ചെയ്യുന്ന തൊലി അങ്ങ് പൊളിച്ചേരും. അതൊന്നും സാരമില്ല അമ്മച്ചി, ഞാനേ ഉപ്പിട്ട് കഴിക്കോളാം. അമ്മച്ചിക്ക് തുണി തേക്കുന്നത് പണ്ട് തക്കാളി തരും മീൻ കഴിക്കാന്നോ? വേണം. താടി മീശയും കൊഴിഞ്ഞു പോവും. അതൊന്നും സാരില്ലടാ. നിനക്കെന്തിനാ അല്ലെങ്കിൽ മീശയും താടിയൊക്കെ? നിനക്ക് മീശയും താടി ഇല്ലാത്ത ഭംഗി. എന്താടാ നിങ്ങൾ എന്നെ കൊണ്ടുപോയിരുന്നത്? എന്നെയും കൂടെ കൊണ്ടുപോടാ. എത്ര നാളായി ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അതൊന്നും ശരിയാവില്ല, അവിടെ കുറെ ആൾക്കാരൊക്കെ തന്നെയാ. അതിനിപ്പം നീയും എബിയും മനോജൊക്കെ ഇല്ലേ, പിന്നെന്താ? ശരിയാവില്ല. നീ വലിയ ഡയലോഗ് അടിക്കണല്ലേ, നിനക്ക് ഒറ്റയ്ക്ക് എന്താ? കേട്ടല്ലോ, ഒന്ന് കൊണ്ടുപോടാ. നടക്കൂല. எனக்கு தெரிஞ்சு ஃபர்ஸ்ட் ஒரு பஞ்ச் ஒன்று வந்ததுல, அதனால தான் தெரிஞ்சிடும் போல கவர் சைட் அடிக்கிறாங்க. എടുത്തു വെക്കടാ. അതിനകത്ത് മുഴുവൻ താഴെ പോയില്ലേ? എന്നാ പിന്നെ സോറി പറ. സോറി ഞാൻ പറയില്ല. എന്താണ് ഇത്? അവനല്ലേ ഇത് കാണിച്ചിട്ട് പോയത്? ക്യാപ്റ്റൻ മാറാ என்ன லூடோவா? ரெண்டு பேர் தான் விளையாடுறாங்க. அதுல பொண்ணு நினைக்கிறேன், கேப்டன் மார்வல். யார் அந்த பொண்ணு? தெரியல, அதான் சொல்றேன். ஏ மாடுங்களா? என்னடா ചാച്ചാ ചാച്ചാ ചാച്ചന്റെ കെട്ടിയോളോട് ഒരു പൊടിക്ക് അടങ്ങിയിരിക്കാൻ പറയാം. എന്നെ കണ്ടാ എന്തേലും ഒരു പണി എടുപ്പിക്കാതെ മനസ്സമാധാനമില്ല ഇതിന്. പഴയ വോളിബോൾ പ്ലെയർ സ്മാഷ് അടിക്കുന്ന പോലെ എന്നിട്ട് അടിക്കുന്നത് എനിക്ക് മടുത്ത് ചാച്ച. അതുകൊണ്ട് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ ചാച്ചനൊന്ന് ഉപദേശിക്കണം. വെറുതെ ഇരുന്ന് ഫുഡ് അടിക്കുക, ടി വി കാണുക. ഈ കൊറോണ മാറാനെങ്കിൽ ഒരു കൊന്ത ഒല്ലിക്കൂടെ എന്റെ പൊന്നമ്മേ. മോളെ സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്നവനാണ് ദൈവം. ദൈവങ്ങളായി ഇങ്ങനെ നെഞ്ചിനകത്ത് കൂടി ലിറിക്സ് കുട്ടികളുണ്ടല്ലോ വേറെന്താ വേണ്ടതിനി ആർക്കും അവലുണ്ടാ കൊടുക്കില്ല. വാടാ തോഴ നീ എന്റെ നിനക്കെന്താ പ്രാന്താണോ? ഈ റൂമൊന്ന് അടിച്ചു വാരിടാന്ന് വിചാരിച്ചു വന്നതാ. നിന്റെ ശുദ്ധസംഗീതം കേട്ടപ്പോഴേ ആ മൂടങ്ങ് പോയി. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, കൊച്ചു തന്നെ അങ്ങോട്ട്. ആരാണ് അതെല്ലാം? ആരാണ് നെഞ്ചിനുള്ളിൽ താമസിക്കും? വിജയ് ഫാൻ നിனைக்கிறேன். വിജയ് ഫാൻ தானா? எல்லாரும் விஜய் ஃபேன். கொரோனாக்கு அப்புறம் தானே மாஸ்டர் வந்துச்சு. நீ പറഞ്ഞോ? இன்ட்ரோ வருது. மாஸ்க் இல்லாம போறான் மானேவா? ഇതെന്താ? പ്രിയപ്പെട്ട ജോ, എൻ്റെ ഉള്ളിലും എനിക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നു. എങ്ങു തിരിഞ്ഞാലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം പ്രണയത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൽ ഞാനുമല്ലാതെ മറ്റൊന്നുമില്ലല്ലോ.
നീ എവിടെ ആയിരുന്നാ ജോമോനെ? ഞാൻ ഈ കോഴിയുടെ പൂട പറിച്ച ഊപ്പാടിളകി. പിന്നെ ഇവമാര് വന്നപ്പോഴാ പറഞ്ഞ് കോഴിയുടെ പൂട പറിക്കണമെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇടണമെന്ന്. ഇപ്പൊ നന്നായിട്ട് പറിക്കാൻ പറ്റുന്നുണ്ട്. എന്താണ് നിനക്കൊരു വിഷമം പോലെ? ക്യാപ്റ്റൻ മാർവലോ തെറിയണ്ട വല്ലതും പറഞ്ഞു കാണും. ക്യാപ്റ്റൻ മാർവലോ അതാരടാ? ഇവന്റെ കളിമേറ്റ്, ലുഡോ കളിമേറ്റ് ഫ്രം ബാംഗ്ലൂർ. ചോദിച്ചാ പറയും ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ ശരിയാക്കാനാണ്. നീ ഒന്ന് പോയടാ. ഇവിടെ ഒന്നാമതേ പ്രാന്ത് പിടിച്ചിരിക്കുമ്പളോ ടെൻഷൻ. അപ്പൊ ഇടാൻ പോണോ? ദേ വിശാലമായ പറമ്പാണ് കിടക്കുന്നത്. കക്കൂസ് വേണമെങ്കിൽ 2 എണ്ണം അകത്തുണ്ട്. നീ ഒന്നും പേടിക്കണ്ട, പോയിക്കോ. നിർത്തിക്ക് മതി. മസാല വിശക്കാൻ തുടങ്ങി. നീ ക്യാപ്പിങ് വെച്ചല്ലോ. പേടി സംഭവം ശരിയാടാ. കഴിഞ്ഞ ആഴ്ച എന്റെ വീടിന്റെ അടുത്ത് കല്യാണം കഴിഞ്ഞ ഒരു ചേച്ചി ഒളിച്ചോടി പോയടാ മുഖന്റെ കൂടെ. ഫ്രസ്ട്രേറ്റഡ് യു നോ? യെസ് ഐ നോ. അങ്ങനെയൊന്നും പറയല്ലേടാ. വിപ്രണയ എക്സിസ് മാൻ. ഓ മാംസ നിബന്ധമല്ല രാഗം കേട്ടിട്ടില്ലേ? ഇല്ലടാ, ഞാൻ சிபிஎஸ்சி அட்டாக் பண்ணிக்கிறாங்க. இது ஒரு வீடியோ பார்த்தேன் நான். ஓவர் ஹீட் വെച്ച് കർത്താവേ കരിയല്ലേ. ഇതിന്റെ മേളിലേ കരിയെല്ലാം ചോറൊക്കെ കൂട്ടിട്ടോ. ഞാനതൊന്ന് കഴുകിയിട്ട് വരാം. എടാ കപ്പ് കണ്ണി കണ്ടതെല്ലാം വാരിട്ടോ. ഇതുകൂടെ ജോമോനെ കത്തിച്ചോ. ഞാൻ കത്തിക്കണോ? ഞാനും കത്തിക്കാം. കരിയെല്ലാം തണുത്തിരിക്കുക. അതാ കത്താത്ത. കത്തുമ്പോ ചൂടാവുമല്ലോ. മസാല കുറച്ച് എണ്ണയുടെ ആവശ്യമുണ്ട്. ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. തീ കെടാതെ നോക്കണേ. നോക്കിക്കോളാ. എരിവുള്ള മുളക് വിടൂ തട്ടി. ആമസോണിൽ കയറി ഓഫർ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ഉള്ളിലും എനിക്ക് ചുറ്റും നീ നിറഞ്ഞു നിൽക്കുന്നു. എങ്ങു തിരിഞ്ഞാലും നിന്നെ അല്ലാതെ നീ ഞാനുമല്ലാതെ. ஓ டியூஷன் பசங்க 2 பேர் இருந்தாங்களே. இவன் வேற எல்லாத்தையும் சொல்லுங்கானே. சரி வரட்டும் அக்கா வரட்டும். என்ன இவரு ஏன் இவரு மணிச்சித்திரத்தாளு சாமி அப்படியா? ஆமா சலங்க. ആളുകൾ ഫോണിനോടാണ്. ദുഷ്ടാണ്. അയ്യോ കേട്ടോ, ഇതിപ്പോ എന്താ ചെയ്യണ്ടേ? കുടിക്കടാ. ഒരു 10 മിനിറ്റ് ഇതൊന്നും നോക്കാൻ നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലേ? എടാ 10 മിനിറ്റ് ആയില്ലടാ. ഇതൊട്ട് വെന്തും കാണാം. ചൂട് ചൂട്. ഓ മൈ ഗോഡ്. ശരിക്കും കരിഞ്ഞ് ചപ്പായില്ല. സാനിറ്റൈസ് ചെയ്തിട്ട് കയറിപ്പോടാ. പ്രായമുള്ള ഒരാളുള്ള വീടാണ്. അറ്റ്ലീസ്റ്റ് അതിൻ്റെങ്കിലും ഒരു കോമൺ സെൻസ് കാണിക്കും. അവിടെ ഇവിടെ കറങ്ങി നടന്നിട്ട് കൊറോണ പഠിപ്പിച്ച് വന്നോളൂ. സാനിറ്റൈസ് ചെയ്തോ. വിവരമില്ലാത്ത ചിരിക്കണ്ട. നിങ്ങളോട് കൂടിയാ പറഞ്ഞത്. സോറി ചേച്ചി. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എക്സാം എഴുതാൻ പറ്റും. എക്സാമിന്റെ കാര്യം പറഞ്ഞപ്പോഴാ. നിങ്ങൾക്കൊക്കെ നാളെ എക്സാം ആണ്. നിങ്ങൾക്കും ഉണ്ട്. മനസ്സിലായല്ലേ? അതെ. മടക്കണ്ട കേട്ടോ. അത് കുഴപ്പമില്ല. അവ മത്തിക്കറി കൂട്ടത്തിലൊന്നും അറിയത്തില്ലേ? നിനക്ക് വേണോ? പൊരിച്ചോണ്ട് വരാം. ഓ വേണ്ട, ഞാൻ ഇതൊക്കെ കൂടി കഴിക്കും. മണിക്കൂറും ഫോണിലാണല്ലോ. എന്താ പരിപാടി? ഷമ്മി കസേരയിലിരുന്ന് ഷമ്മി കളിക്കല്ലേ ജോമോനെ. നിന്റെ ഫോണിൽ നെറ്റ് തീരുമ്പോഴല്ലേടാ നീ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറക്കുന്നേ. ദേ ഇതാണ് ചാച്ചൻ, അത് അമ്മച്ചി. വല്ലപ്പോഴും ഒക്കെ ഒന്ന് സംസാരിച്ചേക്ക്. മറന്നു പോകാതിരിക്കാൻ ഉപകാരപ്പെടും.
നിന്റെ പ്ലേറ്റ് എടുക്കണോ പണിക്കാരെ വെച്ചിട്ടുണ്ടോ? എടുത്തോണ്ട് പോടാ. നീ ആയിട്ട് എടുക്കുന്നതോ ഞാൻ തലക്കൂടെ എടുത്ത് കമത്തണോ? നീ നിന്റെ പാടോ. നിനക്ക് എന്താണ് പ്രശ്നം? ചാച്ചൻ എടുത്തോണ്ട് പോയൊരു പ്ലേറ്റ് പിന്നെ നിനക്ക് കിടന്ന് കൊടുക്കാതെ എടുത്തോണ്ട് വേണ്ട, ഞാൻ എടുത്തോളാം. എന്നാ പിന്നെ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് വല്ലതും കഴിക്കും. എങ്ങനെയാണ് കോളേജ് തുറന്നോ? അത് മാത്രമല്ല, അവനിപ്പോ ചെറിയ ചുറ്റിക്കളിയൊക്കെ ഉണ്ട്. എന്ത് ചുറ്റിക്കളി? പ്രേമോ? അവൻ പ്രേമിക്കട്ടടി. ഈ പ്രായത്തിലല്ലാതെ പിന്നെ അവൻ എപ്പോഴാ പ്രേമിക്കേണ്ടത്? ഒരുമാതിരി മറ്റടുത്ത വർത്താനം പറയും. പണ്ട് 16-ാമത്തെ വയസ്സിലെ വല്യപ്പച്ചന്റെ കൈ പിടിച്ചിറങ്ങി വന്ന കാലമൊന്നല്ലേ ഇത്. പള്ളിന്നൊക്കെ നമ്മളെ വിലക്കുമായിരിക്കും. എന്റെ കർത്താവേ, എന്നാ നാളെ തന്നെ ഞാൻ ജോണിക്കുട്ടിയുടെ വീട്ടിൽ പോകും. അയ്യോ പേടിക്കല്ലേ. ഞാനിങ്ങനെ മുറ്റത്തോടെ നടക്കുമ്പോഴേ അവൻ ആ ഗേറ്റിന്റെ അടുത്ത് കിടന്ന് കറങ്ങുന്നു. ഞാൻ കണ്ടു എന്ന് മനസ്സിലായപ്പോ അവൻ നൈസായിട്ട് അതവിടെ ചുരുട്ടി എറിഞ്ഞിട്ട് പോയി. ഞാനതെടുത്ത് നോക്കുന്നു. എന്നിട്ട് പ്രിയപ്പെട്ട ജോ, എൻ്റെ ഉള്ളിൽ എനിക്ക് ചുറ്റും നീ നിറഞ്ഞു നിൽക്കുന്നു. എങ്ങു തിരിഞ്ഞാലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം പ്രണയത്തിന്റെ ഈ പ്രപഞ്ചത്തിൽ നീയും ഞാനും അല്ലാതെ മറ്റൊന്നുമില്ല. யாருதான் உண்மையா வந்தது எனக்கு தெரிஞ்சு இவரு எழுதியிருப்பாருன்னு நினைக்கிறேன். அவர் எழுதியிருப்பாரு. എന്റെ ഗീവർഗീസ് പോയാളാ. ഈ പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ എന്റെ ഫേസ് ക്രീം തേച്ച് സ്വന്തമാവാൻ നടന്നത്. ഇപ്പൊ എന്താ சொன்னாங்க? നമുക്ക് വഴിയുണ്ടാക്കാം. എനിക്ക് ചിലരെയൊക്കെ ചില ഡൗട്ടൊക്കെ ഉണ്ട്. ഇനി ശരിക്കും അവൻ വല്ലതും വരുമോ? ஓ இமேஜின் பண்ணி பாக்குறாங்கன்னு நினைக்கிறேன்டா. பையன் கல்யாணம் பண்ணி பாத்தியா விபூதி. ஓ இது சந்தானமா? என்ன சந்தானம்? சந்தனம் சந்தனம். என்ன இலடா அது? துளசின்னு நினைக்கிறேன். 1-2 பேர் பாரு. റോബോ സന്ദ്ര അതേ മസാല സമയം 84 ദിവസമാക്കി. കുഴപ്പമില്ല, ആശാവർക്കർ വിളിച്ചോളും. കയ്യോടെ പെൻഷൻ കാശങ്ങ് പിടിച്ചേ. ഒരു തിരക്കും ഇല്ല ശിവു. ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നേ. ചേച്ചി വന്ന് നന്നായി. നമ്മുടെ ആ കരിങ്ങാന്തൂരത്ത് ബന്ധുവില്ല ചേച്ചി, അടയ്ക്കാപ്പറമ്പിൽ ജോർജ് ചേട്ടൻ. അത് തന്നെ. അതായത് ഈ ചേട്ടന്റെ മോൻ കാനഡയിൽ നിന്ന് ലീവിന് വന്നായിരുന്നു. ജോമോൾ ഓക്കെ ആണെങ്കിൽ ബേബി ചായനെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. ഞാൻ ഓക്കെ ആവാതിരിക്കാൻ കാര്യമൊന്നുമില്ല. കാനഡയിൽ പോകാൻ ഇതിലും വലിയൊരു ചാൻസ് ഇനി നമുക്ക് കിട്ടാനില്ല. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കി. ചേച്ചിയാണെ പോവില്ലേ? നീ തന്നെ അവളോട് സംസാരിക്കും. ആ ഞാൻ സംസാരിക്കും. സമ്മതിപ്പിക്കും. ജോമോളെ ഇതന്നെ അവിടെ കയറിയേക്കണം. ആ ഇതായിരുന്നോ? സമ്മതിക്കായിരിക്കും. അല്ല ഞാൻ പറഞ്ഞതൊക്കെ കേട്ടായിരുന്നല്ലോ അല്ലേ? പിന്നെ കാനഡനെ കുറിച്ച് അറിയാലോ. നല്ല തണുപ്പ്, നല്ല ഫ്രീ. എത്ര പേരാ പോകാൻ നിൽക്കണെന്ന് അറിയാമോ? ഇപ്പൊ ഗോളടിച്ചില്ലേ? അല്ല അപ്പൊ പിന്നെ ഞാനിത് ഓക്കെയാന്ന് പറഞ്ഞേക്കട്ടെ. ചേട്ടാ തണുപ്പ് എനിക്ക് അലർജിയാ, തുമ്മല് പിടിക്കും. അയ്യോ അവിടെ ചൂടും വരാറുണ്ട്. വാർത്ത കണ്ടിട്ടില്ലേ കൊച്ച്? അത് മാത്രമൊന്നുമല്ല ചേട്ടാ, വേറെയും ചില പ്രശ്നങ്ങളൊക്കെ. എന്ത് പ്രശ്നം? അതെ, ഞാൻ ഈ PSCക്ക് 3-4 അപ്ലിക്കേഷനേ. PSCയുടെ കാര്യം ചേട്ടൻ അറിയാലോ, സമയമെടുക്കും. അതൊന്നും എഴുതി തോറ്റിട്ട് മതി എന്ന് വിചാരിച്ചിട്ടാ. ചാച്ചൻ പറഞ്ഞ അതിന്റെ ഒരു ശരി. ഞങ്ങൾ ഒരേ വേവ് ലെങ്താ. മോള് പറഞ്ഞ അതിന്റെ ശരി. മോളെ. യെസ് മിസ്റ്റർ ഡാഡി. ചായ വല്ലതും വേണോ? ഇപ്പൊ വേണ്ട. പിന്നെ പറഞ്ഞോളൂ. ഞാൻ ഷിബുവിനെ കണ്ടായിരുന്നു. ഞാനിപ്പോ കെട്ടണായിരിക്കും. കുഴപ്പമില്ലാത്ത പ്രപ്പോസലാ. ആർക്ക്? എനിക്കോ അതോ ഓർക്കോ? ചാച്ച ഞാൻ അന്നേ പറഞ്ഞ എനിക്ക് പഠിക്കണമെന്ന്. നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലിയും വേണം. എനിക്ക് കാനഡയ്ക്കൊന്നും പോണ്ട. എനിക്ക് അവിടുത്തെ തണുപ്പൊന്നും പറ്റൂല. നീ ആരുവാണ് നിന്റെ വിചാരം? ഈ കണ്ട വീടിന്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. നല്ലൊരു ആലോചന ഒത്തു വന്നപ്പോ വേഷം കെട്ടു. എനിക്ക് അത്രയും വലിയ സെറ്റപ്പ് ഒന്നും വേണ്ട.
വല്ല സാധാരണക്കാരൊക്കെ മതി എന്നെ പോലെ അല്ലേ? ആ ഫസ്റ്റ് ചാച്ചനെ പോലെ. എന്റെ കൊച്ചേ, നിന്റെ സ്ഥാനത്ത് വേറെ വല്ലവരുമായിരുന്നു എപ്പോ അവനെ കെട്ടിയെന്ന് ചോദിച്ചാൽ മതി. ആ, കെട്ടിയിട്ട് സ്റ്റേറ്റ് വോളിബോൾ പ്ലെയർ 20 വയസ്സിൽ കെട്ടിയിട്ട് എന്തുണ്ടാക്കി? അതിന്റെ പുറകെ നടന്നിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവിടെ പേരെടുക്കാൻ അല്ലെങ്കിൽ കാനഡയ്ക്ക് വന്ന് വെച്ചാൽ സമ്മതിക്കത്തില്ല. നന്ദിയില്ലാത്തവള്, നശിച്ചവള്. വെറുതെയാ ഞാൻ ഇവളെയൊക്കെ വളർത്തിയത്. എന്റെ കർത്താവേ, ചാകുന്നവർ ഇവിടെ തന്നെ എന്റെ തലേ വരാം. എന്റെ പൊന്നു ലിലിക്കുട്ടി, നിനക്ക് ഇപ്പൊ എന്നാ വേണ്ടേ? കാനഡയ്ക്ക് പോണം. പോണം. ഞാൻ കൊണ്ടുപോവാം. വെള്ളല്ലേ കാനഡ? എന്നെ പഠിപ്പിക്കാൻ വരാതെ പുന്നാരെ മോളെ കെട്ടിക്കാൻ നോക്ക്. പോയി വാക്സിൻ എടുക്കടാ. ഇനി അവന്റെ നെഞ്ചത്തോട്ട് കേറില്ല. അമ്മ ചെല്ലാം. എന്ത് ചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ ഇതാക്കിയാലോ? പോടാ മാറി. താങ്ക് യു. ഓ അൻസറക്കാ റെഡി ആയില്ലേ? പൈനാപ്പിൾ അടിച്ച് പാമ്പായി കിടക്കല്ലേ വേണോ? അവൾക്ക് പഠിച്ച് ഇവിടെ തന്നെ ജോലി മേടിക്കണമെന്ന് ഫസ്റ്റ്. അത് നന്നായി. ജോമോൾക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധമൊക്കെ ഉണ്ട്. ഒരു കാനഡക്കാരനെ കണ്ടപ്പോ അതൊന്നും ഇട്ടിട്ട് പോയില്ലല്ലോ. ലക്ഷ്യബോധം കോപ്പാണ്. അവൾക്കൊരു കാമുകനുണ്ട്. വെരി ഗുഡ്. ഓ ഇവന്തിലോ പോലടാ. റിയാക്ഷൻ പത്താ. അതെന്താ? നിനക്കെങ്ങനെ മനസ്സിലായി? എടാ ഗേറ്റിന് മുമ്പിൽ നിന്ന് ഒരു കത്ത് കിട്ടിയിടാ. കത്തോ? ഈ 2021 ആരാടാ എന്ന് നിന്റെ മൊഴി കളിക്കുന്നത്? ഒന്ന് പോരാടുന്നു. എടാ ഒരു കത്തല്ലേ, ചിലപ്പോ അത് വല്ല വൺ സൈഡോ അല്ലെങ്കിൽ ട്യൂഷൻ പിള്ളേര് മാറ്റി വെച്ചതോ മറ്റോ ആയിരിക്കും. എടാ അല്ലടാ, പ്രിയപ്പെട്ട ജോ എന്നും പറഞ്ഞ കത്ത് വന്ന്. അപ്പൊ പിന്നെ അത് അവൾക്കായിരിക്കില്ലേ? പ്രിയപ്പെട്ട ജോ ഇല്ല പൊളുതിരാ. ഇവൻ എന്തിലടാ? ഇവൻ എന്തില? അതാ ഫുൾ ടൈം ഫോണിലാണോ? അപ്പൊ കൺഫേമാ. എന്താടാ മ്യൂസിക് ഇത്? ഇതങ്ങനെ വിടാൻ പറ്റില്ല. അളവ് എത്ര പെൺപിള്ളേരാണ് പറ്റിക്കപ്പെടുന്നത്? എത്ര വാർത്തകളാടാ നമ്മൾ കേൾക്കുന്നത്. എടാ നീ എന്തിനാണ് ഇത്ര ടെൻഷൻ ആവുന്നേ? ഇവനെ പോലുള്ള വല്ല ആഭാസന്മാരെങ്ങാനും ആണെങ്കിലും എനിക്കിട്ട് വെച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാണാനില്ല. നീണ്ടല്ലോ നീ കിഴങ്ങനാ, വെറും കിഴങ്ങൻ. മനുഷ്യന്റെ സമാധാനങ്ങളെ. എടാ നിനക്ക് നിന്റെ ചേച്ചിയോട് നേരിട്ടങ്ങ് ചോദിച്ചാ പോരെ? അവള് ഇപ്പൊ പറയും. 18 വയസ്സായ നിന്റെ നിമ്മിനോട് അവളുടെ വീട്ടുകാർ കാമുകനുണ്ടോന്ന് ചോദിച്ചാ അവള് നിന്റെ പേര് പറയോ? പറയത്തില്ല. പിന്നെ ജോമോള്. എടാ ജോമോനെ, നമുക്കിത് കണ്ടുപിടിക്കണം. എന്തെങ്കിലും തുമ്പ് കിട്ടുമോ നോക്കണം. നീ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ആരും അറിയാതെ അവളുടെ പുറകെ കൂടണം. രഹസ്യങ്ങളെല്ലാം ചോർത്തെടുക്കണം. നിനക്കതിന് നമുക്ക് നമ്മളുടെ ജോമോൾ രക്ഷിക്കാൻ നീ അത് ചെയ്യണം. ഇവരോടുള്ള അടി പറഞ്ഞു ആര് കണ്ടുപിടിച്ചേ? നമ്മളോട് ജോ പോലും சொல்றோம். மொத்தமாவே இது கொஞ்சம் ரொம்ப இன்டீரியர் மாதிரிலாம் தெரியல. ஓகேவா, சிவிலைசேஷன் இருக்கிற ஏரியா மாதிரி தான் இருக்கு. ஜாலியா வெளில சுத்தி நிறாங்க. இல்ல நம்மளுக்குமே பார்த்தேன்னு வச்சுக்கோங்க, மெயின் ரோட்ஸ்ல தான் வந்து நிறைய சேஞ்சஸ். நம்மளுக்கு இந்த தெருக்குள்ளலாம் வந்து யாருமே பார்க்கல பத்தியா, அந்த மாதிரி இருக்குது. பெரிய ரோடு இருக்கும் போல, காலி காடு, ஒரு 10 ஃபேமிலி இருக்கும், அப்புறம் ஒரு காடு இருக்கும். நம்மளுக்கு வில்லேஜ் இருக்கும் பத்தியா, ஒரு 5 கிலோமீட்டர்ஸ்க்கு ஒன்ஸ் ஒரு வில்லேஜ் மாதிரி இருக்கும். அதுக்கப்புறம் நெக்ஸ்ட் வில்லேஜ் 5 கிலோமீட்டர் அந்த மாதிரி போகும். சைட் வச்சிருக்கா இது ஃபோன் டென்ஷன் ஆகுது. பிளூட்டோனிக் லவ் ஆகுது. இவங்க இங்க இன்வெஸ்டிகேட், அவர் அங்க இன்வெஸ்டிகேட் பண்ணுறாங்க. இதுடா அது லூசிஃபர். നീ എന്നെ പറ്റി ഇങ്ങനെയാണല്ലേ ചിന്തിച്ച്? എന്റെ കൂട്ടുകാരന്റെ പെങ്ങളാ ജോമോള്. അതാണ്. നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. സോറി. മോശമായി പോയി. സോറിടാ. നമുക്ക് ലൈറ്റ്സ് വലിക്കാം, ഞാൻ മേടിച്ചു തരാം.
அவன் வாய்ஸ் மாதிரி தெரியலடா இல்ல ஒருவேளை படத்தோட பிளாட்டே இதானோ தெரியலையா? கேப்டன் வரோரா? ആകെ സീനാടോ. ജോമോൾക്കൊരു ലവ് അഫെയർ. செட்டப் செம்மையா இல்லை வீடு, ரூம் செட்டப் நல்லா இருக்கு. ഗുഡ് ന്യൂസ്. നിനക്കൊന്നും മനസ്സിലാവില്ല. നിന്റെ ബാംഗ്ലൂർ അല്ലത്. കൂടെ പറപ്പിനെ എന്റെ വിഷമം മനസ്സിലാവുള്ളൂ. ബാംഗ്ലൂർ ஓ மலையாள டெஸ்ட்டுக்கு போகிறாங்களா? ஞாபகம்தா? நோ 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 എന്താടാ എല്ലാരും വേണം. നിന്റെ അതിന് നിന്റെ സി ടൈപ്പ് അല്ലേ? പവർ ബാങ്കിന്റെ ചാർജർ കംപ്ലൈന്റ്. നിന്നോട് ആവശ്യമില്ലാത്ത എന്റെ സാധനങ്ങൾ എടുക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്നാ നിന്റെ ചാർജർ പോ. ഇതാരാ പാതിരാത്രിക്ക്? ആ അതെന്റെ കാമുകനാടാ. എല്ലാ ദിവസവും ഈ നേരം ആകുമ്പോ വിളിക്കും. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാ? അതാണല്ലോ കാനഡ വേണ്ടെന്ന് വെച്ചേ. ആടാ കറക്റ്റാ. ആവശ്യമില്ലാത്ത എന്റെ കാര്യത്തിൽ ഇടപെടാതെ മോൻ ചെല്ല്. പോടാ. പിള്ളേരെ, നിങ്ങൾ പേപ്പർ എടുത്ത് ഈ വചനം ഒന്ന് എഴുതിക്കേ. ഉടമ്പടിക്കുള്ളതാ. ചേച്ചിയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. ഉടമ്പടി പ്രാർത്ഥന സ്വന്തമായിട്ട് എഴുതണമെന്നല്ലേ അമ്മച്ചി? പിന്നെ കർത്താവ് അതും നോക്കിയിരിക്കുകയല്ലേ. നിങ്ങൾ എഴുതു പിള്ളേരെ, ഞാൻ പറഞ്ഞു തരാം. എല്ലാരും എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ? എന്നാ മക്കളെ, ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാട്ടോ ഈ പ്രാർത്ഥന. മതി എഴുതി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ പഠിച്ചോ പഠിച്ചോ. കിട്ടിയോ? നോക്കട്ടെ. എന്റെ അമ്മച്ചി ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഇവർക്ക് മലയാളം ഒന്നും എഴുതാൻ അറിയാൻ പാടില്ല എന്ന്. നീ അത് ശരിക്കും നോക്കടി, എന്തേലും കിട്ടും. ഇതല്ല ഇതും. എന്താടി? എന്താ? ഏകദേശം ഒരെണ്ണം ഒത്തു വന്നിട്ടുണ്ട്. കണ്ടോ? யாரும் கண்டுபிடிப்பான் பேர். பையனோட லெட்டரா இருக்கும் போது பையன் ഇതാരുടെ കൈയക്ഷരാ? அந்த பையன் தான நீ? എന്റെ അല്ല. ഇത് എന്റെ അല്ല. ഇത് എന്റെ ചേച്ചി. കുറച്ച് നോക്കി എഴുതിയായിരുന്നു. സോറി. ഇല്ലടാ നീ പോയിട്ടോ. നീ ഒക്കെ ഫോൺ ഒന്നുകൊണ്ടിരുന്നോ? ഫോണിലല്ല, ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കണ്ടേ. എന്നാ റാഫിങ്ങോ? ടീം സെറ്റ് ആടാ. ഞാൻ അടുത്ത കളിക്ക് കയറാം. അവന്മാരൊന്ന് വാമ്പാവട്ടെ, അല്ലെങ്കിൽ എന്റെ എനർജി വെറുതെ വേസ്റ്റ് ആവും. പൈസ കിട്ടുക ഒന്നുകൂടെ ഉള്ളോ? എന്നാ പോക്കറ്റ് വെച്ചു. ട്രാഫിക് ആണ്ട. കളി കഴിഞ്ഞ് കട്ട് ഓഫ് ഇടാം. എന്തേ ആരെയോ? നിനക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കടാ. ഇല്ലടാ, അവളെന്നല്ല എൻ്റെ അടുത്ത് പറഞ്ഞടാ കാമുകനുണ്ടെന്ന്. മുഖത്ത് നോക്കി പറഞ്ഞടാ. ഓ മൈ ഗോഡ്. അവളുടെ ഫോണൊന്ന് കിട്ടിയായിരുന്നെങ്കിൽ ആളെ കണ്ടുപിടിക്കായിരുന്നു. പഴശ്ശിയുടെ കളികൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇനി എന്ത് നോക്കാൻ? കണ്ടുപിടിക്കണം.
കണ്ടുപിടിച്ച് പൊളിച്ച് കൈ കൊടുക്കണം. ജസ്റ്റ് வாய்ஸே இல்லடா. என்னடா போலீஸ் அது? ഓ കൊറോണ സാർ പൊക്കട്ടെ സാർ. എടാ നിനക്കൊക്കെ ഈ സമൂഹത്തിനോട് വല്ല ഉത്തരവാദിത്വം ഉണ്ടോടാ? ഉണ്ട് സാർ. ഉണ്ടോടാ? ലോകത്തെല്ലാവരും കൊറോണയും വന്ന് മരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെയൊക്കെ മറ്റോടത്തെ ഫുട്ബോള്. നിനക്ക് എന്താ ചെയ്യണമെന്നറിയോ? മുട്ടുകാലി ഏറ്റിടിക്കണം. എടാ ഞങ്ങളും ആരോഗ്യ പ്രവർത്തനമൊക്കെ ഒന്ന് വീട്ടിൽ പോയിട്ട് ഉണ്ടിട്ട് എത്ര നാളായെന്നറിയോ? അപ്പോഴവന്മാരുടെ വെറുതെ ഇരുന്ന് ബോഡി അറിയാതെ പറ്റിയതാ സാറേ. ആദ്യമായിട്ടാ വീടിന്റെ പുറത്തിറങ്ങി. അറിയാതെ ഞാനും ആദ്യമായിട്ടാ സാറേ പുറത്തിറങ്ങുന്നത്. എനിക്കും അറിയാതെ പറ്റിയതാ. നീ മിണ്ടാതിരുന്നോളം എന്റെ വായന്ന് വല്ലതും കേൾക്കണം. ഇവനേതാ? നിന്നെ തന്നെ പാടാ ഇങ്ങോട്ട്. എന്താ സാർ? എവിടെ പോയതാ? ചേച്ചിയുടെ കൊച്ചിനെ ഇച്ചിരി പഴം മേടിക്കാൻ ഇറങ്ങിയ സാറോ? ഇനി മേലാ പുറത്തിറങ്ങരുത്. പോയിക്കോളാം സാർ. ഇറങ്ങിയില്ല. ആ നോക്കിക്കാതെ പോടാ. ശരി സാർ. എന്റെ പഴം വിട്ടുപോ. ഒരു കാര്യം ചെയ്യ്, ഒരു 5000 രൂപ അടച്ചിട്ട് കിടന്ന് മോങ്ങല്ലേ. ഇനി ഇവിടെ കളിയൊന്നും വേണ്ട. മനസ്സിലായ? ഇനി ഓരോരുത്തരും എവിടെയെങ്കിലും കണ്ടിട്ടെങ്കിലേ ഞാൻ ആരാണെന്ന് നീയൊക്കെ ശരിക്കറിയാം കേട്ടോ. വന്നല്ലോ. എവിടെ വീട്ടിൽ നിന്ന് കിട്ടിയതാ? അങ്ങോട്ട് വെച്ചു. നമുക്ക് നാളെ രാവിലെ പുഴുങ്ങാം. പഴംപൊരി ഉണ്ടാക്കി തന്നിട്ട് കൊറേ കാലായി. ഉണ്ടാക്കിക്കൂടെ? ഓയിലില്ല കൊച്ചേ. പണ്ടത്തെ പോലെ നമുക്ക് ആവശ്യമൊന്നും നടക്കത്തില്ല. 150 രൂപ പണ്ട് വിലയായിരുന്നു ഓയിലിന്. ഇപ്പോഴേ 200 രൂപയാ. ഓയിലും തീർന്നെന്നും പറഞ്ഞ് ചാച്ചന്റെ അടുത്തോട്ട് എണ്ണ ബാക്കിയുണ്ടല്ലോ. അത് ഞാൻ എടുത്തു. മീ കൊതി കൊണ്ടല്ലേ അമ്മ. എത്ര കാലായി പഴംപൊരി ഒക്കെ ഉണ്ടാക്കി തന്നിട്ട്. അമ്മക്ക് ഇപ്പൊ പഴയ പോലെ സ്നേഹവും അവളോട് മാത്രം സ്നേഹമുള്ളൂ. എനിക്കറിയാം. ആ ഞാൻ പ്ലാന്റേൽഡ് അല്ലാത്തോണ്ടായിരിക്കും. എന്റെ പൊന്നു വച്ചേ ഒന്ന് പോയി തരാവോ? ഞാൻ ഉണ്ടാക്കി തരാം. വല്ല മടത്തിന് പോയി ചേർന്നാ മതിയായിരുന്നു. സമാധാനം കിട്ടിയേനെ. അങ്ങനെ പറയല്ലേ ചക്കരലില്ലി. അപ്പൊ പഴംപൊരി ഓക്കെ. പിന്നെ പറഞ്ഞിടത്ത് വലിയ സമാധാനം. എന്റെ പൊന്നു വെച്ചേ നിനക്ക് ഇതിനകത്തുനിന്ന് എടുത്ത് തിന്നുകൂടെ? ആങ്ങളെ പെങ്ങളും കണക്ക് പറിച്ചില്ലേ നേരം. ഷുഗർ ഉള്ളതാ. നീ എന്താടാ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത്? മാറിപ്പോയതാ. ഈയിടെയായിട്ട് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് അല്ലേ അമ്മച്ചി? എല്ലാവർക്കും ഹായ് ജി. കൊറേ കാലായില്ലോടെ കണ്ടിട്ട്. കേറി വാ. എടാ മനോജ കേറി വാടാ. പഴംപൊരി എടുക്കടാ. വന്നെടുത്തേ. വന്നിരിക്കേ. പഴംപൊരി എടുത്ത് കഴിക്കടാ. കഴിക്കണടുത്ത് ചൂടുള്ള പഴംപൊരിയാ ഇപ്പൊ ഉണ്ടാക്കിയതാ. അതാ കഴിക്കേ. കുരു വരും. ഓ പിന്നെ ഒരു പഴംപൊരി ഒന്നും കഴിച്ചാൽ കുരു വരില്ല. നീ എടുത്ത്. ஓ ஹேக்கா? இப்போ சர்ச் பண்ணியே பார்க்குறாரு. அவுட் ஹேக். அன்லாக் பண்ணோம். കണ്ടോ എന്റെ പഴംപൊരി ബ്രില്യൻസ് കണ്ടോ? പാറ്റേൺ കാണാം. സുന്ദര കുഞ്ചോ. ഇത് പേര് ഹാക്കാ? ഇതാണോ നിന്റെ ഹാക്കിംഗ്? പ്രോ ഹാക്കിംഗ്. അത് മതി. വാട്സാപ്പ് അവന്റെ ഹാക്കിംഗ്. ഇനി നമുക്ക്
വെയിറ്റ് ചെയ്യാം. ജോമോനെ ഫോൺ കൊണ്ട് വെക്കണ്ടേ? കൊണ്ടുവെക്കണം. ഞാനില്ലായിരുന്നു ഇപ്പൊ മൊത്തം പൊളിഞ്ഞേനെ. കിട്ടിയോ? அஞ்சு ஜோசப் தான் ஏஜேன்னு நினைக்கிறேன்டா. அஞ்சு ஜோசப்னு இருக்கு. ടൈപ്പിംഗ് നോട്ടിഫിക്കേഷൻ കാട്ടുന്നടാ. സിങ്ക് അയച്ചു. അതാരാ? കൂടെ പഠിക്കുന്ന കുട്ടിയോ? സാധാരണ പെമ്പിള്ളേർ രാത്രിയാണ് ചാറ്റ് ചെയ്യുന്നത്. എന്റെ നിമ്മിവാവ അങ്ങനെ മിണ്ടാതിരിടോ. എന്താടാ? രാത്രി ആയില്ലടാ, ബോറടിച്ചിട്ടാ. ഞാൻ പൊക്കോട്ടെ. வாய்ஸ்ல எந்தாடான்னு சொன்னாங்க அவ்வளவு யாரோ കൊറോണ എണീറ്റേ. എന്തിനാ? ഒരു അധ്യായം ഒന്ന് പോയടാ. വേണ്ടേ? സുന്ദര ഓൾ ദി ബെസ്റ്റ്. ചേച്ചി പോയി, ഞാനും പോവാണ്. നല്ല അയ്യോ എന്തൊരു നാറ്റാടാ, പന്നിക്കുട്ടി കറി പോലുണ്ട്. എന്റെ റൂമിലേക്ക് കയറരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്തിനാ എന്റെ സാധനങ്ങളൊക്കെ എടുക്കണേ? പോയേ പോയേ. ഇപ്പൊ പെട്ടേനെ. ആ കേടായ വാഷിംഗ് മെഷീൻ ഒന്ന് നന്നാക്കാൻ ചാച്ചനോട് പറഞ്ഞുതരാം. അത് പോ നോക്ക്. അമ്മ മാത്രമൊന്നുമല്ല ഇവിടെ കിടന്ന് പണിയെടുക്കുന്നു. എടി നീ അമ്മച്ചിയുടെ ചട്ടയും മുണ്ട് കൊടുത്തായിരുന്നോ? ആ എടുക്കാം. ഒന്നുകൂടെ ഉള്ളോ? എന്നാ പോക്കറ്റ് വെച്ചു. ട്രാഫിക് ആണ്ട. അമ്മൻ മ്യൂസിക് തന്നെ ഉണ്ട്. എന്തുവാടി ഇത് കണ്ടോ നിങ്ങളുടെ മോന്റെ തനിക്കണം? ഇത് വലിച്ചു കയറ്റാൻ അവൻ എല്ലാ ദിവസവും പുറത്തോട്ട് വന്നു. എന്റെ മാതാവേ, ഞാൻ എന്നതേ കാണുന്നത്? എന്റെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്തൊരു ദുശീലവാ. വെറുതെ ഇവിടെ കിടന്ന് പോകാൻ അവനോട് പോയി ചോദിക്കാൻ മാട്ടാണല്ലോ. എന്നിട്ട് അമ്മതെല്ലാം വന്നപ്പോ ഞാൻ ഇറങ്ങി ഓടി. ഇപ്പൊ ഞാൻ നിന്റെ പേര് പറയും. അയ്യോ അത് വേണ്ട. നിന്റെ അമ്മ എന്റെ അമ്മയെ വിളിക്കും. നീ സുന്ദരന്റെ പേര് പറ, അതാകുമ്പോ കുഴപ്പമില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? டார்க் சீன் அந்த இதில் வருங்க ஆப்ரேஷன் ஜாவால. എടി മോളെ, നീ ആ ഫോൺ എടുത്ത് കൊച്ചിനെ ഒന്ന് വിളിക്കാവോ? അവൻ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചു കാണത്തില്ല. അമ്മ നോക്കോ, ഞാൻ വിളിച്ചോളാം. വിളിക്കണേ. ഹിസ്റ്ററി இல்ல பாஸ்வேர்டு என்ன இது? என்னடா இது? ഗെയിം ഓഫ് ത്രോൺസ്. അവൻ എൻ്റെ അടുത്തില്ല. എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ പന്ന പരട്ടോട് പറഞ്ഞേക്ക് ഈ നാട് വിട്ട് എങ്ങോട്ടേലും പോവാൻ. അവനങ്ങനെ ഈ വീട്ടിൽ കാലുകുത്തി അവന്റെ കാലിയാൻ വിട്ടു. അവളുടെ അഹങ്കാരം കണ്ടോ? എനിക്ക് പ്രതികാരം ചെയ്യണം. നീ ഇങ്ങനെ പ്രതികാരം പ്രതികാരം എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ അവളുടെ കാമുവിനെ കണ്ടുപിടിക്കാൻ പറ്റിയോ? കുറെ ദിവസമായി ഒരു പച്ച കളർ ബൈക്ക് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ആ ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിയോടെ സൈറ്റ് ഹാക്ക് ചെയ്യാം. നീ മിണ്ടരുത്. അവന്റെ ഒരു ഹാക്കിങ്. എടാ പിന്നെ വേറെ എന്താ ഒരു സൊല്യൂഷൻ ഉള്ളത്? നീ പറയുന്ന പറയടാ. പറയാ നിക്കി. നമുക്ക് സുന്ദര
പണി പാളി. എന്താ? നാളെ നിമ്മിയുടെ ബർത്ത്ഡേ. ഇന്ന് രാത്രി ഗിഫ്റ്റ് കൊടുക്കാൻ പോണം. ഒന്ന് കൂടെ വരണം. ആ നീ ചെന്ന് കയറി കൊടുക്കുക അവളുടെ അപ്പൻ്റെ അടുത്ത്. ഡിസ്കവറി ചാനലിലെ ചീറ്റപ്പുലിയാ പുള്ളി. അവളുടെ അപ്പനും അമ്മയും കോവിഡ് പിടിച്ച് ക്വാറന്റൈൻ. എടാ നിന്റെയൊക്കെ എല്ലാ കഴപ്പിനും ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. നീ 10 പഠിക്കുമ്പോൾ നീ കൊണ്ടുവന്ന തുണ്ടുകൊണ്ടത് ഞാനല്ലേ ഒളിപ്പിച്ചേ. മാത്രോ ഞങ്ങൾ +2 പഠിക്കുമ്പോൾ ഫർസാനെ കാണാൻ വേണ്ടി വൈകുന്നേരം പോകുമ്പോൾ ഞാനാ കൂട്ടുപോയെ. എന്നിട്ട് എനിക്കിപ്പോ കഴപ്പ്. എന്റെ പൊന്നബി നീ ഒന്ന് പതുക്കെ പറ, നിന്റെ അമ്മച്ചി എന്നെ കേൾക്കും. നിനക്ക് വീട്ടിൽ പോയിട്ട് ഒരു കാര്യമില്ലല്ലോ. നീ വരണം. സുന്ദരം വന്നോളൂ. സുന്ദരം എന്താണ് ലൈറ്റ് ഓഫ് ലൈറ്റ് ഓഫ് ആവില്ല. എന്നാ വണ്ടി നിർത്ത്. പുതു മോഡൽ നിങ്ങൾ അങ്ങോട്ട് മാറിയിരുന്നു. എഞ്ചിൻ ഓഫ് ചെയ്ത് തള്ളിപ്പോയാൽ മതി. ഓക്കെ ഞാൻ പോയേച്ചു വരാം. എടാ ഓ പുറകിന്ന് വിളിച്ച് എന്താടാ? ഓൾ ദ ബെസ്റ്റ്. പോടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. വരില്ലെന്നാ വിചാരിച്ചേ. ഇവന് ഭ്രാന്താണോ? പ്രണയം എന്ന് പറയുന്നതന്നെ ഇത്തരം ചില ഭ്രാന്തുകളാണ് ജോമോനെ. വന്നില്ലേ ബ്രേക്കപ്പ് ആക്കും എന്നൊക്കെ പറഞ്ഞാൽ വരാതിരിക്കാൻ പറ്റുമോ? യു ആർ ദ ലവ് ഓഫ് മൈ ലൈഫ്. കേറിക്കോട്ടെ. ജോമോളുടെ കാമുവിന് ഇത്തരം ഭ്രാന്തുകൾ കാണിക്കാൻ എന്റെ വീട്ടിൽ പാതിരാത്രി വന്നിട്ടുണ്ടാവൂലേ? ഒരു ചാൻസും ഇല്ല. വെളുപ്പിന് 4 മണി വരെ ഫോണും തോണ്ടിയിരിക്കുന്നത് എൻ്റെ വീട്ടില് കാമുകനല്ല, കള്ളം പോലും കയറത്തില്ല. നീ വാ. ആരെങ്കിലും കാണോ? ആരും കാണാതിരിക്കാനല്ലേ നമ്മൾ മാറി നിൽക്കുന്നേ. போன ஆளை காணோம். நைட் டைம்டா பர்த்டே வரடா. உள்ள போடு. கிரிங்குதா. இங்க அந்த கிரீன் கலர் பைக் போலடா. சுந்தரா பதக்க விளையாடா. அவனுக்கு கமெண்ட்ல சி சேவ் போறாங்க இருக்கு. சுந்தரா எல்லாத்தையும் சொல்லுங்கறால. കണ്ടോ കണ്ടോ നിഞ്ചിയാ. നീ അല്ല സിബിആർ എന്ന് പറഞ്ഞേ. സിബിആർ എന്ന് പറഞ്ഞ നീ നായി ഇതാ ഇருக்கு. ഓടി വാടാ. ഇതാണോ വണ്ടി? 2016-17 മോഡലാ. ഇത് തന്നെയാണല്ലോ അല്ലേ? എന്താ ടെൻഷനായോ? പ്രശ്നം പറയണ. അപ്പേടണോ? ഈ നേരത്തെ എന്തുവാടാ ഇത്? ഞാനെന്ത് ചെയ്യാനാടാ? ടെൻഷൻ വരുമ്പോ നീ കിടന്ന് മോങ്ങല്ലേ? പറമ്പിലെങ്ങാനിരുന്നാ മതിയോ? ഇരുട്ട് പേടിയാണ്. താങ്ക് യു. കല്യാണം കഴിഞ്ഞ ഈ പറമ്പെല്ലാം നമുക്കാണല്ലേ? ഓ നീ അവിടെ വരെയൊക്കെ എത്തിയോ? അതിന് ഞാൻ കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. കാണുന്നില്ലല്ലോ. വന്നില്ലേ? എടാ ലൈറ്റ് ഇല്ല. എടാ ചാർജ് ഇല്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ ഒരു ജസ്റ്റ് ഒരു വന്നിട്ട് ഞാൻ പോക്കോളാം പ്ലീസ്. കഷ്ടമുണ്ട് പ്ലീസ്. അപ്പൊ ഞാൻ പോവാണേ. അയ്യോ സുന്ദര എന്തുവാണ് ഉണ്ടായേ? ഒന്നും പറയണ്ട. ഏതാണ്ടൊക്കെ സംഭവിക്കും. എടാ ജോമോനെ നീ കഴുകിയായിരുന്നില്ലടാ. ഇവന്റെ ഒടുക്കത്തെ തൂറിൽ കാരണം എന്റെ എല്ലാ പ്ലാനിങ്ങും പൊളിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ 3 പേര് പോയി കഴിഞ്ഞാൽ തേത്തേ ഉള്ളൂ. ചായ കുടിക്കും. കല കാണിച്ചേ. വേദനയുണ്ടോ? നീര് കുറവുണ്ട്. മോൻ ഈ രാത്രിയിലൊക്കെ നടക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് നടക്കരുതോ? ഒരു കാര്യം ചെയ്യും, മോൻ അമ്മച്ചിയുടെ അടുത്തിയല്ലേ, അമ്മച്ചി മുറുവണ തൂത്ത് തരും.
അമ്മ അതെന്റെ അല്ല, സുന്ദരന്റെയാ. ഞാനമ്മ തല്ലെന്ന് മേടിച്ച ഓടിയതാ. എനിക്ക് അപ്പോഴേ തോന്നിയതാടാ, വെറുതെ അല്ല അവൻ പരീക്ഷ എന്തൊക്കെ വീട്ടിയിരിക്കുന്നത്. അതെ, നീ അവനോടുള്ള കൂട്ടൊക്കെ അങ്ങ് നിർത്തിയാര്. വലിയും കൂടി ഇനി എന്തൊക്കെയുണ്ടെന്ന് മാധവനറിയാം. അലമ്പനവൻ. മോനൊരു കാര്യം ചെയ്യും, ചെല്ല് അമ്മച്ചിയുടെ അടുത്ത് തന്നെ മുറിവെണ്ണ നോക്ക് കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്റെ മോൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. അവന്റെ കൂട്ടുകാരനില്ലേ ആ സുന്ദരൻ, അവൻ ഭയങ്കരമായിട്ട് വലിക്കുമെന്ന്. ഇനി അവൻ ഇങ്ങോട്ട് വരട്ടെ എന്റെ മോനെ വഷളാക്കാൻ വേണ്ടി. എല്ലാരോടും എരിവേറ്റിട്ടു ഇവിടെ ഒറ്റ ഒരുത്തി കാണുവാ എന്റെ കൊച്ചിനെ തല്ലിയെ. അവൻ എന്ത് തോന്നിയ ദിവസം കാണി ന്യായീകരിച്ച് നടന്നോ? ഡേ, കുറെ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. നിനക്ക് എന്താ എന്റെ കൊച്ചിനെ കാണുമ്പോ ഇത്ര കുരുരുപ്പ്? അതെ, നിന്നെ പോലെ തന്നെ അവനും എന്റെ വയറ്റിലുണ്ടായതാ. അവൻ എന്നാ ചെയ്താലും എനിക്ക് മനസ്സിലാവും കേട്ടല്ലോ. നീ വെറുതെ ഓരോന്ന് പറഞ്ഞ അവനെ മോശക്കാരനാക്കാൻ നോക്കട്ടെ കേട്ടോ. ഓ പിന്നെ പോയി തപ്പി നോക്കും മോന്റെ മുറി, കിട്ടും കള്ളും കഞ്ചാവും ഒക്കെ. അവൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവുന്നു. എടുത്തൊക്കത്ത് വെച്ചോണ്ട് നടന്നോ രണ്ടുപേരും. ഇങ്ങനെയാ നാട്ടിൽ കുറെ എണ്ണങ്ങൾ വഷളായി പോകുന്നത്. അവള് നല്ല ഫോമിലാണല്ലോ. നിങ്ങൾക്ക് ആർക്കും അവിടെ തനി സ്വഭാവം അറിയില്ലാത്തോണ്ടാ. എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കുക. വന്ന് നിനക്ക് ഈ വീട്ടിൽ എല്ലാവരും പ്രശ്നക്കാരാ. നീ ആരും വന്നാടി നിന്റെ വിചാരം? അതെ, എന്ത് ധൈര്യത്തിലോ മോളെ കെട്ടിക്കാൻ നോക്കുന്നത്? മൂന്നാം പക്കം ചെറുക്കം കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കും. എന്നിട്ട് ചോദിക്കും ഇതുപോലാണോ വളർത്തി വെച്ചേക്കുന്നത്. എന്റെ 16ാമത്തെ വയസ്സിൽ തുടങ്ങിയത് അമ്മ ഈ നല്ല ഭാര്യയാക്കാനുള്ള ട്രെയിനിങ് പ്രോഗ്രാം. ഒച്ചത്തി സംസാരിക്കാൻ പാടില്ല, ആണുങ്ങളോട് മിണ്ടാൻ പാടില്ല, ഭക്ഷണം ഉണ്ടാക്കണം, അങ്ങനെ ഉണ്ടാക്കണം, പാത്രം കഴുകണം. പിന്നെ മോൻ ഈ ട്രെയിനിങ് ഒന്നും കൊടുക്കുന്ന കണ്ടില്ലായിരുന്നല്ലോ. എന്തേ നാട്ടിൽ നല്ല ഭർത്താക്കന്മാരൊന്നും വേണ്ടേ? രണ്ടുപേരോടും കൂടെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഇനി കല്യാണം കഴിക്കുന്നില്ല. എനിക്ക് തോന്നിയ പോലെ ജീവിക്കും, തോന്നിയവന്റെ കൂടെ ജീവിക്കും. മനസ്സിലായോ? കാലമായി തുടങ്ങിട്ട് ചാച്ചനെന്തെങ്കിലും அவங்க நம்ம பார்த்த படம் எல்லாமே அவங்க சைலண்டா தான் வந்து இல்ல ஆக்சுவலி அவங்க சொல்றது கரெக்ட் தான்டா. 16 வயசுல இருந்தே என்ன இப்படி பொண்ணாடி போகும். அப்போ உன் பையனுக்கும் போயிட்டு அதை சொல்ல வேண்டியது கரெக்டா தானே. பொண்ணாடி தொத்தி விட்டு രാവിലെയും കാണാ ഉച്ചക്കും കാണാ വൈകിട്ടും ഗണമണ കൊണസ കുരുപ്പേ സുന്ദര പണി പാളി, ഫുൾ പ്രശ്നമോ? എണീപ്പിച്ച് ഒരു മിനിറ്റ്. ചേച്ചിയേ, ആവശ്യക്ക് വിശക്കുന്നത്. ബാംഗ്ലൂർ തന്നെ ഷർട്ട് മേടിക്കാനാണോ കാറിക്കൂവി വരുന്നേ? അതല്ലടാ, പിന്നെ നിമ്മിയുടെ വീടിന്റെ അടുത്ത് ഇന്നലെ കള്ളം കയറി പോലും. അത് നമ്മളല്ലേ? അത് കള്ളനാന്ന് അവര് വിചാരിച്ചിരിക്കുന്നത്. പോലീസൊക്കെ വന്നിട്ടുണ്ട്. നീ എന്താ ഒന്നും മിണ്ടാത്തേ? വെള്ളം അടിച്ചു മാറ്റിയോടാ? അടിച്ചു മാറ്റിയില്ല, പക്ഷെ എന്താ എടാ നിഞ്ചേ തെണ്ടി, നിനക്ക് എന്റെ ജോലിയാണോല്ലേടാ? സമ്മതിക്കത്തില്ലടാ ഞാൻ. ഫിംഗർ പ്രിന്റിലാ ഇരുന്നോളാ. ഇനി നീ ഇതും കൊണ്ട് എന്റെ ജോനെ കാണാൻ വന്ന ഇതിനാൽதான் വന്നിருக்கேடா. ജോമോളുടെ കാമുവിന്റെ എന്ന് പറഞ്ഞ അവൻ എനിക്ക് ഒച്ച കളർ ബൈക്ക് കാണിച്ചു തന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അതിന്റെ ടയർ കുത്തിപ്പൊട്ടിക്കേണ്ടി വന്ന് പെട്ട് പോലീസിൽ പോയി നമ്മളെ അറസ്റ്റ് ചെയ്യാൻ. എന്റെ അമ്മ എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. എടാ ഒന്ന് പതിയെ പറയടാ, കേൾക്കും. എന്റെ ഭർത്താവ് ഞാൻ എന്തോ ചെയ്യും? പോലെടാ ഇൻസ്റ്റാഗ്രാമും സിഗ്നലൊക്കെ നോക്കിയോ? പ്രൈവറ്റ് ചാറ്റ് ഇപ്പൊ അതിലാ കൂടുതൽ. ബാംഗ്ലൂർക്ക് ഇല്ല இல்லடா கரெக்டா கண்டு என்ன சும்மா சும்மா எடுத்து வந்துடுறாங்க. ഫ്രീ ആണോ? പണിയില്ല, വിളിക്കാം. വന്നോ? എന്നാ പുറത്തേക്ക് ഇറങ്ങുന്നേ? ഉടനെ ഇറങ്ങാം. ഇവിടെ ഇരുന്ന് മടുത്തു. കുറെ ആയില്ലേ കണ്ടിട്ട്. അല്ല, വീട്ടിലെന്ത് പറയും? വീട്ടിലെന്തെങ്കിലും കള്ളം പറയാം. എന്തു പറയും? ഫ്രണ്ടിന്റെ വീട്ടിൽ രാവിലെ ഇറങ്ങാം. ഇരുട്ടാതിന് മുന്നേ എന്നെ വാട്സപ്പ് നോക്കി മതിയാവായിട്ടാണോ ഇപ്പൊ എന്നെ ഫോൺ എടുത്ത് നോക്കുന്നേ? വെക്കടാ അവിടെ. കണ്ടവന്മാരോട് നോട് വിറ്റ നടക്കുവാണോ നീ? എന്താടാ വിളിച്ചേ നീ? പട്ടി ഇനിയും വിളിക്കൂടി. വാടിക്കലടി, നിനക്കൊക്കെ സൂക്കയുടെ മൂത്ത് നോക്കലടി പട്ടിച്ച്.
போனா ரியலா பண்ணி അതവിടുത്തെ ചേട്ടന്റെയാ. അയാളിപ്പോ ദുബായിലാ. ടയർ പൊട്ടിച്ച ദേഷ്യത്തില് അയാൾ ആരെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാ പോലീസുകാരൊക്കെ വന്നത്. നല്ല വിലയുള്ള ബൈക്കാണെന്നൊക്കെ പറയുന്നേ. പോലീസ് എങ്ങാനും അങ്ങോട്ട് വരുവാണെങ്കിൽ നീ കക്കാൻ കയറിയതെന്ന് പറഞ്ഞേക്കണേ. ഞാൻ വിളിക്കാവേ. പട്ടി വന്നു. അപ്പൊ നമ്മുടെ മണം പിടിച്ച് പോലീസ് ഇങ്ങോട്ട് എത്തും. അതെന്താ? എന്നെ ഇവിടെ അറസ്റ്റ് ചെയ്താ മതി. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകാതെ നമുക്ക് വഴിയുണ്ടാക്കാം. എങ്ങോട്ട്? അടിമാലിയിൽ എനിക്കൊരു അമ്മായി ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അന്ന് പറഞ്ഞ എന്തോ ആളെ കിട്ടി. ഹരിപ്പോലി കാമുകിനെ ആരാടാ? അല്ലാതെ അവന്റെ ഇൻസ്റ്റ ഐഡിയ ജീവിതം തേഞ്ഞോട്ടി ഇരിക്കുമ്പോ അവന്റെ ഒരു കാമുകൻ. ഈ ഒരു കാമുകൻ കാരണം നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അല്ലടാ അവളെന്താ അവനോട് ഇറങ്ങിപ്പോ അവളോട് പറഞ്ഞ അങ്ങനെ പറഞ്ഞു. ഒരു കാമുകൻ നിനക്കൊക്കെ അങ്ങനെ പറയാ. എന്റെ ചേച്ചി നിന്റെ ചേച്ചി എന്തായാലും ഒന്ന് നാട് വിടണം. അതിനു മുമ്പ് തൂടി തീർക്കണം. പിന്നെ മനസ്സമാധാനായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാലോ. നോക്കടാ. പേരെന്തുവാ? നിസാരക്കാരനല്ല, ഇൻഫ്ലുവൻസറാ. അല്ലെങ്കിലും ഇങ്ങനെയുള്ളവന്മാരാ പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്നത്. തന്നെ എടാ ഒരു മുഖം. അതേ ചൂണ്ട, അതേ കൈ, അതേ ടാറ്റു. എടാ അവനാടാ. ആര്? പരിഷ്കാരി. നാട്ടുകാരനായതുകൊണ്ടല്ലേ അവൻ വീട്ടിൽ சொன்னானா தெரியும் ഇതവൻ തന്നെ പരിഷ്കാരി. படத்துல யாரெல்லாம் வந்தாங்க சோ அவங்கள யாரெல்லாம் இல்ல இல்ல அவங்க ஒண்ணுதான் அவங்க மட்டும்தான் பணக்கார மாதிரி എന്നോട് ഇച്ചിരി സ്നേഹമുണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് വരണം. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി അവരെ തല്ലും. എന്റെ കുടുംബത്തിനെ നശിപ്പിക്കാൻ ആരെ കൊണ്ട് ഞാൻ സമ്മതിക്കില്ലടാ. നമ്മൾ ഇന്ന് എന്തായാലും അവനെ തല്ലിയിരിക്കും. അവന്റെ സ്പോട്ടിൽ പോയി തല്ലടാ. പോലീസ് വരുന്നതിന് മുമ്പ് അവനെ തല്ലി ബാഗും പാക്ക് ചെയ്ത് നമ്മൾ ഇന്ന് തന്നെ സ്ഥലം വിടും. ஸ்டார்டிங் ஒரு மாதிரி இருந்துச்சு, இப்போ நல்லா செம்மையா இருக்கு. என்னது பாட்டு? 6 ഗോൾഡ് വേണം. സെന്റർ ഫ്രഷ് വേണ്ടേ? വേണ്ട, ഇതോരെണ്ണം എടുത്തോ. പൈസ ഞാൻ സിഗരറ്റ് വലിക്കും. തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് നീയടാ. ഞാൻ സുന്ദരന്റെ മോൻ, തന്റെ ബന്ധു നോട്ട് സുന്ദരൻ. ഓക്കെ, ഞാൻ മുറിഞ്ഞവന്റെ മോനാ. നിന്റെ കാശ്, നിന്റെ ശ്വാസകോശം, നീ വലിക്കോ കുടിക്കോ മരിക്കോ എന്ത് വേണം ചെയ്യും. അതിനിപ്പോ എനിക്കെന്താ? ഈശ്വര, നിനക്ക് ഈ ന്യൂ ജനറേഷനെക്കാട് കൊന്നൂടെ? ഇവിടെ കിടന്ന് ഇനി ഒച്ച വെച്ചാ ഞാൻ വല്ലതും വിളിച്ചു പറയും. അമ്മ പോകുന്നുണ്ടോ? അമ്മയല്ല, ഇത് ഞാനാ. അയ്യേ, മോള് കരയാണോ? നിനക്ക് കണ്ണുനീരൊക്കെ വരുമോ? ഒന്നിറങ്ങി പോകുന്നുണ്ടോ? എടി കൊച്ചെ, നീ നിന്റെ അമ്മയെ പോലെ ഇങ്ങനെ അറ്റൻഷൻ ആയിട്ട് ഒന്ന് കരയാതെ. വാ ഇരിക്കാം. അലങ്കാരങ്ങളൊക്കെ പിന്നെയും കൂടിയല്ലോ. എത്ര നാളായി ഇതിനകത്തോട്ട് കയറിയിട്ട്. ഇരിക്കടി. അവ എന്നോട് എന്തൊക്കെയാ ചെയ്തതെന്ന് ചാച്ചൻ അറിയാവോ? എടി മോളെ, അവന്റെ പ്രായം എന്താണെന്ന് നീ വിചാരിച്ചേക്കുന്നത്? കരിക്കാണെന്ന് ചോദിച്ചാൽ അതല്ല, എന്നാ തേങ്ങ ആയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ അതുമില്ല. ഒരുമാതിരി വെടല പരുവ അവൻ.
ഞാനെന്ത് പറഞ്ഞു? വലിയ വോളിബോൾ കളിക്കാരിയായിട്ട് എങ്ങനെ എത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറില്ലേ? ഒന്നാമതെ പള്ളിക്കുടുത്തി പോയ സമയം മുഴുവൻ അതിന്റെ പുറകെ നടന്നിട്ട് ആരും ആയിട്ടില്ലെന്നുള്ള സങ്കടം ഉണ്ട് ആ പാവത്തിന്. അതിനോട് നീയൊക്കെ കളിയാക്കുമ്പോഴോ? ചാച്ചാ, നന്മവരം കളിക്കല്ലേ. ഇവിടെ ഇപ്പൊ അതൊന്നും അല്ല വിഷയം. വിഷയം എന്താന്ന് പറ. ചാച്ചാ, ജോമോൻ ഒരു ചുറ്റിക്കളിയുണ്ട്. അത് ഞാൻ പിടിക്കുന്നായപ്പോഴാ അവൻ ആ പ്രേമം എന്റെ തലയിലിട്ട് എസ്കേപ്പ് ആയത്. ചാച്ചൻ വിചാരിക്കുന്ന അവനൊരു വെടലയൊന്നുമല്ല, കോഴിയാ കോഴി. മോളിപ്പോ എന്താ പറഞ്ഞു വരുന്നത്? നീ നിരപരാധിയാണെന്നാണോ? തെറ്റെന്നെല്ലാം சொல்லவே இல்லடா. മോളെ ജോമോളെ, മക്കൾ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിനിമയിലെ ലാലുലക്ഷ്മണൻ രഞ്ജി പഠിക്കലും പോലെ അത്ര നല്ല തന്ത്രമൊന്നും അല്ലേ. ഇത്രയും കാലത്തെ നിങ്ങളുടെ അടിപിടി ഞാൻ പക്ഷെ ഇന്നത്തെ അത് നിങ്ങളായിട്ട് തന്നെ അങ്ങ് തീർത്തോണം. അല്ലെങ്കിൽ ചാച്ചൻ ഇടപെടും എന്ന് വിചാരിച്ച് ബാബുകാരനെ പോലെ പറഞ്ഞടിയൊന്നും ഉണ്ടാകുകയില്ല. ഞാൻ താഴോട്ട് ചെല്ലട്ടെ. നിന്റെ അമ്മ നീ വാതിൽ തുറക്കാത്തതിന്റെ വിഷമത്തിലാ. நீ சொன்ன மாதிரி இது வரலாம் நல்லா இருக்கு. நல்லா இருக்கு. സുന്ദര, എടാ കക്കൂസിലെ അപ്പി പരിശോധിച്ച് പോലീസ് എങ്ങാനും ജോമോനെ പിടിക്കാൻ വരുമോ? അമേരിക്കയിൽ അങ്ങനെ ഒരു കേസ് വിളിച്ചിട്ടുണ്ട്. ഒന്നും മിണ്ടാതിരിയടാ. എല്ലാവരും ഫോൺ ഓഫ് ചെയ്ത് വെക്ക്. എതുக்குற வெத்தலை பாக்க போட்டுருக்கீங்க? ഇതിനു മുമ്പേ അടി കൂടിയിട്ടില്ല, ആദ്യമായിട്ടാ. കൂടെ നിന്നാ മതി. നീ ആ ലൈറ്റർ തന്നെ പോലെ എന്തുവാ എന്താ പറ്റി? കാര്യം പറയണ സുന്ദര. മുറിക്കേന്റെ കണ്ണി കണ്ട അടിച്ച് കേട്ടിട്ട് അങ്ങോട്ടാണ് മാറിക്കടാടാ. അവിടെ ഇരി. മുമ്പിൽ ഇറങ്ങിയവനാ. അവിടെ അടങ്ങി കടയാടാ മുറുക്ക. ജോമോനെ, ടെൻഷനോ തൂറാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ പൊക്കോണം. അവൻ വന്നു കഴിഞ്ഞാൽ ഒന്നും സമയം കാണത്തില്ല. സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കണം. നമ്മളെ ഉള്ളൂ. എനിക്കെങ്കിലും പോകണ്ട, ഒരുത്തരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തലിക്കോളാം. டாமினோஸ் தானே அது? டாமினேட்டர். டாமினேட்டர் தானே? இல்லடா, டாமினோர் 400 ജോമോനെ ഫോളോ ചെയ്യുന്നുണ്ടല്ലേ? പത്തിനെന്താ എങ്ങനെ ഒരു போலடா லெட்டர் எழுதுறது. பைக் வேற பைக் இல்லடா, அந்த டார்த் வெய்டர் அதெல்லாம் இருக்குது. நிறைய இது சொல்றாங்க. புகை வேற வச்சு வந்தாருல. ഞാൻ നടക്കുന്നേ തന്നെ. ആ പാലത്തറയിലെ ബേബി ചേട്ടന്റെ മോളെ ജോമോളെ. അവളുടെ അനിയത്തിന്റെ കൂടെ ഏരിയ. എനിക്ക് വേറെ പണിയില്ലേ? എടാ മണ്ടങ്ങണപ്പാ, വായിക്കുമ്പോ മുഴുവനായിട്ട് വായിക്കണം. അവളും ഈ വളർത്തന്റെ കുറച്ച് ഡൗട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്റെ അനിയത്തിന്റെ ഫോൺ നമ്മളെ ഇപ്പൊ കുറച്ച് നാള് അവൾ എന്റെ ഫോൺ ഉപയോഗിച്ചത്. അറിയോടാ കോപ്പന്മാരെ, മുടിഞ്ഞ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞപ്പോ അവൾ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്താ അവളാകെ കൂടി ചോദിച്ചത് അവർ രണ്ടുപേരെ കൊണ്ട് ഒരുമിച്ച് പുറത്തു പോകുന്ന. ഞാനത് സമ്മതിക്കുന്നില്ല. ഇപ്പൊ തന്നെ തെളിയില്ല.
തെന്നിച്ചു തണ്ണിയിൽ വന്നു. അയ്യോ നീ ഒറ്റടുത്തം കാരണം ഇത്രയും പ്രശ്നം ഉണ്ടായേ. ഇനി അതൊന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. വീട്ടിൽ കേറാ, ഡ്രസ് എടുക്കാ, ഇറങ്ങാ. ഒരാഴ്ച ഒളിവിൽ പോയി നിക്കണ്ടതാ. എടാ അതിന് പോലീസ് നമ്മളെ കണ്ടില്ലല്ലോ. അതിന് മുമ്പ് നമ്മൾ ഇന്നലെ രാത്രി നീ തൂറാൻ കക്കൂസി പോയില്ലേ? ആ സമയത്ത് ഈ നാറിയ ബൈക്കിന്റെ ടയർ കുത്തിപ്പൊട്ടിച്ചു. അവിടെ പോലീസും പട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അവരിപ്പോ എത്തും നമ്മളെ അറസ്റ്റ് ചെയ്യാൻ. എല്ലാത്തിനും കാരണം നീയാ. വെറുതെ ഇരുന്നേനെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് നീ എരിയിച്ചേ? എല്ലായിടത്തും കൊണ്ട് ചാടിച്ചത് നീയാ. എന്തൊക്കെയാ പറഞ്ഞ? ഓൺലൈനിൽ ഒരു പെണ്ണുങ്ങളെ പീഡിപ്പിക്കും, നശിപ്പിക്കും, എന്തൊക്കെ പറഞ്ഞിട്ടാണ് നീ എന്നെ ഭ്രാന്തി വെച്ചേ? പണ്ടേ ഞാൻ പറഞ്ഞുള്ള നീയായിട്ടുള്ള കൂട്ട് ശരിയല്ലെന്ന് അമ്മയെ കറച്ച് എന്താ എല്ലാത്തിനും കാരണം ഞാനാ. പോരെ അതേ ഞാനും പറഞ്ഞ എല്ലാത്തിനും കാരണം നീയാണ്. നിന്റെയൊക്കെ കൂട്ട് നടന്നേറ്റാണ് ഇപ്പൊ അനുഭവിക്കണേ. നിന്നൊക്കെ എങ്ങനെയാടാ ഞാൻ നശിപ്പിച്ചേ? പറയടാ. നിനക്കൊക്കെ സിഗരറ്റ് വലിക്കണം എന്ന് പറഞ്ഞിട്ടാ ഞാൻ കൂടെ വന്നേ. ഞാൻ ആരെയും നിർബന്ധിച്ച് വലിപ്പിച്ചിട്ടില്ല. നിന്റെ ഒക്കെ എല്ലാ തോന്നിയ ദിവസത്തിനും കൊടിയും പിടിച്ച് കൂടെ വന്നിട്ടുണ്ട് ഞാൻ. ക്യാമറ തെഞ്ചിതാ എന്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നീയൊക്കെ വന്നിട്ടുണ്ടോ? പറഞ്ഞിട്ട് എല്ലാം ചെയ്ത് പോലീസ് വരട്ടെ, എല്ലാം ഞാൻ ഒറ്റയ്ക്കാ ചെയ്തെന്ന് പറയും. എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. അവിടെ ആവുമ്പോ ആരെയും കാണണ്ടല്ലോ. എടാ മതി, നിർത്താ. അടി കൂടിയത് മതി. എല്ലാരും വീട്ടിൽ ചെന്നിട്ട് ബാഗ് ബാക്കിയിട്ട് പോവാ. അരമണിക്കൂർ നാട് വേണം. ചോമനെ വാ, ചോമനെ സുന്ദര. എടാ നീ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ? അല്ല സുന്ദര, ഈ ബോബന് മോളി ആരാ? ഫ്രണ്ട്സ് ആണ്? എന്തോ സുന്ദര, ജോമോൻ അവന്റെ വിഷമം കൊണ്ട് പറഞ്ഞല്ലേ. നീ അത് വിട്. പെട്ടെന്ന് പോയി ബാഗ് എടുത്തിട്ടോ. സമയം കളയാൻ അധികമില്ല. ഓ അതുവഴി വേണ്ട, പുറകെ കൂടെ പോയാൽ മതി. എന്റെ പൊന്നാങ്ങളെ ജോമോനിങ് വന്നേ. വാടാ. ഞാനത് ശരിക്കും കാണട്ടെ. അമ്മേ, ദേ നിങ്ങളുടെ പുന്നാര മോൻ നല്ലോണം കലക്കി ഒരു ഗ്ലാസ് ഹോർലിക്സ് എടുക്ക്. എന്നോട് ആരാടാ പറഞ്ഞ ഞാനും ടുട്ടും പ്രേമത്തിലാന്ന്? ടുട്ടോ മറ്റേ പരിഷ്കാരിയുടെ പേരാ. പറയടാ, പറയാൻ. നീ 24 മണിക്കൂറും അവരായിട്ടല്ലേ മെസ്സേജ് അയക്കണേ. പിന്നെ നാട് വിറ്റാൻ കൊണ്ടുപോകുന്നൊക്കെ ചോദിക്കുമ്പോ ഇതൊക്കെ കാണുമ്പോ ഞാൻ എന്താ വിചാരിക്കണ്ടേ? നിന്റെ അനിയനല്ലേ ഞാൻ. എന്നിട്ടാണ് നീ എന്നെ പിഴച്ചവളേന്ന് വിളിച്ചത്. പിഴച്ചവളേന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ നിനക്ക്? ഈ ഇരിക്കുന്ന സ്കൂട്ടറിലൊന്ന് പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് നിനക്ക് വലിയ ചാടയായിരുന്നില്ലേ? അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചു. അവൾ അവളുടെ ചേട്ടനെയും കൂട്ടി വരാന്ന് പറഞ്ഞു. അതിനൊക്കെ ചാറ്റ് ചെയ്യുന്ന നിനക്കൊക്കെ എങ്ങനെയാടാ പ്രശ്നമാവുന്നത്? 24 മണിക്കൂർ നീ പെണ്ണുങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യുന്നില്ലേ? അതൊക്കെ എന്റെ ഫ്രണ്ട്സ് അമ്മയ്ക്ക് അറിയാലോ. ഞാനൊന്നും ഒളിപ്പിച്ചു നോക്കിയാറില്ല. നീ സംസാരിച്ച ഫ്രണ്ട്സ്, ഞാൻ സംസാരിച്ച കാമുകൻ. അതിന്റെ ലോജിക്ക് എന്താടാ? ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിന്റെ ഒക്കെ അനുവാദം വേണോടാ? അമ്മയ്ക്കും പറയാം കേട്ടോ. എടാ മോനെ, അവൾ അവിടെ വഴിക്കടിക്കുന്ന കേട്ടില്ലേ? നീ അങ്ങോട്ടൊന്ന് ചെന്നേ. എന്നാലും എന്റെ മനോജൻ, നിനക്കെങ്കിലും കുറച്ച് വിവരം ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചു. നീ ഇവരെക്കാട്ടിലും വലിയ മണ്ടനായി പോയല്ലോ. ഈ വേട്ടാ വെളിയും പറയുന്ന കേട്ട് നീ അല്ലാതെ ആരെങ്കിലും പോയി തല്ലൂ? അത് പിന്നെ ലവ് ലെറ്റർ കിട്ടിയെന്ന് പറഞ്ഞപ്പോ പിന്നെ ഇവനാ പറഞ്ഞ നാളെ ജോളി പോവാൻ നിക്കുവാന്ന്. അതുകൂടി കേട്ടപ്പോ പെട്ടെന്ന് എനിക്ക് ലവ് ലെറ്ററോ? ഇവന് വന്നതാ ലവ് ലെറ്റർ. ഇനി എന്റെ നെഞ്ചത്ത് എനിക്കൊന്നും വന്നതല്ല. പിന്നെ എനിക്കാണോ വന്നത്? നിന്നോട് ആരാടാ പറഞ്ഞ എനിക്കാ ലവ് ലെറ്റർ വന്നേന്ന്? നീ ഗേറ്റിന്റെ മുമ്പിൽ ഓട്ടം തിരിഞ്ഞപ്പോഴല്ലേ ലവ് ലെറ്റർ വന്നേ. അപ്പൊ പിന്നെ അത് നിനക്കല്ലേ? പിന്നെ ഇവന്മാരും പറഞ്ഞു നിനക്കും. ആരാടാ പറഞ്ഞേ? എന്റെ പൊന്നെ ചേച്ചി, ഇവന്റെ ഓഞ്ഞ സ്വഭാവത്തിന് ആർക്കെങ്കിലും ലെറ്റർ കൊടുക്കാൻ തോന്നുന്നു? ഇല്ല, അതല്ലേ ഞങ്ങൾ തെറ്റിദ്ധരിച്ചേ. അല്ലടാ പറയടാ. പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ നിനക്ക് സമാധാനമായല്ലോ? മതിയടി, നിർത്ത്. കുറെ നേരമല്ലോ തുടങ്ങിയിട്ട് നാട്ടുകാരെ കൂടി കേൾപ്പിക്കാനായിട്ട്. വാ, വന്ന് ചായ കുടിക്കാം. ചെല്ലടാ. ഇല്ല, പോവാ. ചെല്ലടാ. സുന്ദര പോവല്ലേ? വാ ഇവിടെ.
നീ അങ്ങോട്ട് ഇത്ര ധൃതിയും പിടിച്ചു പോന്നെ? ഒന്ന് അടിമാലി വരെ പോകാനുണ്ട്. സുന്ദര, ഓ നീ സിഗരറ്റ് വലിക്കുവോ? സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരുമോ നിനക്ക് അറിയത്തില്ലേ? അറിയാം. ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടല്ലോ. നിർത്തിക്കോണം. നീ സിഗരറ്റ് വലിക്കുവോ? എങ്കിൽ നിനക്ക് കൊള്ളാം. നട, നിനക്കാ വേണ്ടേ? പിന്നെ 3 എണ്ണം ഇനി സിഗരറ്റ് വലിച്ചെന്നറിഞ്ഞാല് നല്ല വീക്ക് വെച്ചിരുന്നു എല്ലാത്തിനോട്ടും. ഒട്ടേന്ന് വിരിഞ്ഞില്ല, അതിന് മുമ്പ് തുടങ്ങിക്കോളൂ സിഗരറ്റ് വലി. ആരാടാ എന്നെ വാട്സാപ്പ് ഹാക്ക് ചെയ്തേ? ഇവനാ. ഹാക്കിംഗ് ഒന്നുമില്ല ചേച്ചി, വാട്സാപ്പ് വെബാ. ഇവനെ ഹാക്കിംഗ് ഒന്നും അറിയത്തില്ല, വെറും തള്ള. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോമോൻ പറഞ്ഞപ്പോ പറയടാ. ഇനി നിങ്ങൾ ആരെങ്കിലും എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെട്ടെന്ന് ഞാൻ അറിഞ്ഞ ഇവിടുത്തെ പ്രശ്നം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പോലീസ് ഇപ്പോൾ വരും. 10 മിനിറ്റിൽ ഇറങ്ങിക്കോണം. ഈ ചായ ഗ്ലാസ് ഇവിടെ വെക്കട്ടെ. വാടാ. ഇനിയും പോലീസുകാർ അതല്ലടാ. എന്നാൽ ഈ ഒടുക്കത്തെ ലെറ്റർ എന്തൊക്കെ പ്രശ്നം ഉണ്ടായേ? ആരായിരിക്കും വെച്ചേ? ഇനി ഇവന്റെ അമ്മയുടെ പഴയ കാമുകമെല്ലാം വെച്ചാണോ? പക്ഷെ വെച്ചവൻ ഏതായാലും അവന്റെ തലയിൽ ഇടുത്തി വീഴ. இந்த பொண்ணா എടാ വാവ വിളിക്കുന്നു. എടുത്തു നോക്ക്. നീ പേടിക്കണ്ട, ഞങ്ങളിപ്പോ നാട് വിട്ടോളാം. ജസ്റ്റ് ഒരു 10 മിനിറ്റ്. എടാ മണ്ട, അത് പറയാനാ വിളിച്ചേ. ആ പട്ടി കക്കൂസിന് മുമ്പിൽ വട്ടം കറങ്ങി നിന്നടാ. എന്നിട്ടെന്താ? ഇനി കള്ളം കയറി പറയണമെന്ന് പറഞ്ഞ് പോലീസ് തിരിച്ചുപോയി. ആണോ? ശരി വാവേ, വിളിക്കാം. അവന്റെ അപ്പി കേസ് കാരണം ഒരു ഗുണം ഉണ്ടായത് ഇപ്പോഴാ. വേഗം അവനെ വിളിച്ചു പറ, അല്ലെങ്കിൽ പോയി പറഞ്ഞാലോ. അത് വേറെ ഒരു പൊണ്ണു ജോമോന്റെ വീട്ടിലേക്കല്ലേ പോവാ? ഈ അയൽവക്കത്ത് കിടന്നോണ്ട് എന്നെ കൊച്ചോട് നീ ചെറ്റത്തരം കാണിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. 15 വയസ്സാവുന്ന കൊച്ചിന് ആ കൊച്ചിനെ തന്നെ നിനക്ക് പ്രേമിക്കണം അല്ലടാ. ഞാനൊരു കേസ് കൊടുത്താണല്ലോ, ജീവിതകാലം മുഴുവൻ പുറലോകം കാണിച്ചത് നീ അറിയോ? ഒരു പ്രേമരോഗി. എന്നാ പ്രശ്നം? നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. നമുക്ക് വേണ്ട. എന്തിനകത്തിന് സംസാരിക്കുന്നത്? ഇവിടെ 15 വയസ്സ് പോലും ആയിട്ടില്ല എന്റെ കൊച്ചിനെ, അറിയുമോ? ചാച്ചയാള് വെറുതെ പറയുന്നത് ഈ കൊച്ചിനടുത്ത് മിണ്ടിട്ടോ? എന്തൊരു നുണയിച്ചൊക്കെ പറയുന്നത്. നോക്കിയാ നോക്ക്, ഇത് ആരുടെ പടവാ? എന്റെ മോള് വരച്ചതാ. ഇവന്റെ ഈ ഓഞ്ഞ മോന്ത വരച്ചു വെച്ചിട്ട് എന്റെ മോള് എഴുതി വെച്ചിരിക്കുന്നു. നോക്കിയേ, മൈ ലവ് ഒന്ന്. അവിടെ ഒരു മൈ ലവ്. അവള് വരച്ചേ ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ വരച്ചേ. ഞാൻ പറഞ്ഞില്ല ഞാൻ കൊച്ചിനടുത്ത് മിണ്ടിട്ടോ എന്ന്. തോന്നിയ ദിവസം പറയരുതോ. നീ മിണ്ടരുത്. സജിമോൻ പറ. ആ ഫോണിങ് തന്നെ. നീ മിണ്ടിയിട്ടില്ലല്ലേ? കാണിച്ചു തരടാ. നീ ഇവളോട് മിണ്ടിയിട്ടില്ലെങ്കിൽ നീ ഇത് പിന്നെ ആരോട് സംസാരിച്ചാടാ? പറയടാ. ഇത് കണ്ടോ ലവ് ചിഹ്നം? നിനക്കപ്പോ ഒന്നും പറയില്ലടാ. എന്റെ പൊന്നു ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കൊച്ചാന്നും പറഞ്ഞിട്ട് എന്റെ അടുത്ത് മെസ്സേജ് അയച്ചു. എനിക്ക് ഇതിന്റെ അടുത്ത് പ്രേമൊന്നുമില്ല, ഇത് ചുമ്മാ പറയുന്ന. അമ്മയ്ക്കെല്ലാം അറിയാലോ, പറഞ്ഞു കൊടുക്കാൻ വെറുതെ റൂട്ട് മാറ്റി വിടുകയാണല്ലേ? എന്റെ സ്വഭാവം മാറും. നീ സമാധാനപ്പെടെ, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. മോളാണോ ഈ പറഞ്ഞ എന്നാടിയത്? ക്യാപ്റ്റൻ മാർവൽ. ആ സാധനം. മോള് ബാംഗ്ലൂർ പഠിക്കാന്നാണോ എന്നോട് പറഞ്ഞേ? എന്തിനാ മോള് കള്ളം പറഞ്ഞേ? പേടിക്കണ്ട, പറഞ്ഞോ. അത് പിന്നെ ഞാൻ ശരിക്കും ആരാന്ന് പറഞ്ഞ ജോമോന്റെ അടുത്ത് മിണ്ടില്ലാന്ന് വിചാരിച്ചിട്ട്.
അല്ലെന്ന് അങ്ങോട്ട് പറയടി. കുറച്ചൊക്കെ. അപ്പൊ നീയാണോ ലവ് ലെറ്റർ വെച്ചേ? അയ്യോ, അത് ലവ് ലെറ്റർ ഒന്നുമല്ല. അത് റൂമിൽ എന്ന് പറഞ്ഞ ഒരാളുടെ കവിതയാ. അന്ന് നവിതേച്ചിക്ക് ജോ കൊടുത്ത ബുക്കിൻ്റെ അകത്തൊരു ലെറ്റർ ഞാൻ കണ്ടപ്പം. ഇത് എനിക്കൊരു കൊച്ചെന്നാ തെറ്റിദ്ധരിക്കല്ലേ? ഇപ്പൊ ഒന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ കൈയക്ഷരമൊക്കെ നോക്കിയായിരുന്നല്ലോ. അത് പിന്നെ ചേച്ചി ഞാൻ 2 കൈ കൊണ്ട് എഴുതും. 2 കൈ കൊണ്ട് എഴുതും. എന്റെ സജി പറഞ്ഞു കേട്ടിടത്തോളം നിന്റെ കൊച്ചിന്റെ അല്ലേ മുഴുവൻ പോലീസിൽ പോയാൽ നീയേ കൊടുങ്ങുള്ളൂ. ഇവനൊരു മണ്ടനായതുകൊണ്ട് നിന്റെ കൊച്ചേതായാലും രക്ഷപ്പെട്ടു. പിന്നെ ഇവനെ നീ അടിച്ച അടി അത് ഞാൻ ഒരുപാട് നാളായിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ ഒന്നായിട്ട് കൂട്ടിക്കോളാം. കെട്ടിയുടെ പിന്നെ സജിമനെ ഇതോടെ എല്ലാം അങ്ങ് നീ വീട്ടിലോട്ട് കേട്ടോടി. മക്കളെ വളർത്തി ഉണ്ടാക്കി. ഇന്ദു മോളെ ഇനി വന്നേ. അച്ഛൻ അടി വല്ലതും തന്നായിരുന്നോ? അന്നാ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ 1-2 കിട്ടിയെന്നിരിക്കും. ചെല്ലേ പോയി 1-2 മേടിച്ചോ. പിന്നെ ട്യൂഷൻ ഇവിടുത്തെ നിർത്തുമൊന്നും വേണ്ട കേട്ടോ. இங்கிட்டு வாங்கலாம் வேற. കിട്ടി പോടാ. പോടാ. അതെ മാസ്ക് വെച്ചിട്ട് പോടാ. എന്നാടി ക്യാപ്റ്റൻ മാർവൽ? അത് സൂപ്പർമാൻ ഇവളും സൂപ്പർ പെണ്ണാ. പോലീസ് ഒന്നും വരാൻ പോണില്ല, എല്ലാം സേഫാണ്. നീ വേഗം ബാഗ് എടുത്ത് അകത്ത് കയറിക്കോ. ഓക്കെ. വേണ്ട സാറിലടാ ചേച്ചേരാ, നിനക്ക് കുറെ ഫാൻസ് ഒക്കെ ഉള്ളതല്ലേ ക്യാപ്റ്റൻ മാർവലൊക്കെ. ഞാൻ മതിയതാ ചോരയൊക്കെ വരുന്നുണ്ടല്ലോ. സാറിലടാ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളൂ. ജോമോനെ ഇങ്ങോട്ട് നോക്ക്. 10-18 കൊല്ലായില്ലടാ നമ്മൾ ഈ വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട്. ആണെന്നുണ്ട്. നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതെൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചൂടെ? അല്ലാണ്ട് കണ്ടവനെ പോയി തോണ്ടിയിട്ട് അവൻ്റെ ഇടി മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കത്ത് കിട്ടിയ നീ നാട് മുഴുവൻ നടന്ന് നീ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയത്. അല്ല ജോമോനെ, എനിക്കൊരാളെ പ്രേമിക്കാനൊന്നും പാടില്ലേ? ഞാനൊരാളെ പ്രേമിച്ച എന്താ കുഴപ്പം? കുഴപ്പമില്ലേ? എന്നാ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. രഹസ്യ, എനിക്കൊരാളെ ഇഷ്ട. എനിക്കൊരു കാമുകനുണ്ട്. നീ ആരോടും പറയണ്ട. എനിക്ക് അപ്പോഴേ അറിയാം ആ കൊച്ചായിരിക്കും. എന്റെ പൊന്നെ ബി, നീ ചുമ്മാ തള്ളല്ലേ. നീ ആ കൊച്ചിനെ നോക്കിയിട്ട് പോലും ഇല്ലാന്ന് എനിക്കറിയാം. ക്യാപ്റ്റൻ മാർവൽ ഇന്ദു കൊള്ളാം, പിടിക്കുക. ഇനി ഞാൻ പ്രത്യേകം നോക്കും. എടാ എന്താടാ ഞാനിനി എങ്ങനെ വീട്ടിൽ പോടാ? എന്തോ പറ്റിയടാ? പ്രശ്നം മുഴുവൻ സോൾവ് ആയില്ലേ? അതല്ല, ആ പെറ്റമാമ വീട്ടിൽ പോയി പറഞ്ഞാണ് ഞാൻ സിഗരറ്റ് വലിച്ച കാര്യം. എല്ലാം എന്നെ തല്ലിക്കൊല്ലും. വിട്ടാലോ ട്രിപ്പ് അടിമാലിക്ക്? ജോമോൻ വിളിച്ചോണ്ട് പോവാം. ജോ ആൻഡ് ജോ பிரதர் சிஸ்டர் ஸ்டோரி. சிம்பிளாக இருந்துச்சு. ஸ்டார்டிங் கொஞ்சம் நல்லா இருந்துச்சு. அப்புறம் நடுவில் ஒரு டிப், ஒரு பயங்கர டிப்பாச்சு. அப்புறம் அந்த லெட்ரு வந்துட்ட பிறகு அதுக்கப்புறம் படம் விறுவிறுன்னு போயிட்டு எண்டிங் வரைக்கும் செம்ம ஃபன்னாக இருந்துச்சு. போயிட்டு அந்த பைக் டயரை வச்சு பாத்ரூம் போயிட்டு அந்த லெட்ரு வந்துச்சு தெரியுமா? அதுக்கப்புறம் வந்து அப்போ தான் ஒரு ஹோல்டு கிடச்சிது. அதுக்கப்புறம் வந்து எண்டிங் வரைக்கும் ஃபன்னு, ஃபுல் ஃபன்னு. இவங்களுக்குள்ளே யாரோ ஒருத்தர் தான் நினைச்சேன். நான் நேஷனல் தான் நினச்சேன். கட்சியில் பார்த்தா வேற ஒரு பொண்ணு ஃபன் பண்ணிட்டு கேப்டன் மார்வல்.
நேஸ்லின் என்ன க்ரஷ் அவருக்கு க்ரஷ் போல அவருக்கு அது செம்மையா இருந்தது. இன்னொன்று என்னன்னா இவர் கடைசி அந்த சண்டை அப்போ போயிட்டு எப்பவுமே 6 கோல்டு அப்புறம் இது வாங்குவோம் சென்டர் ஃப்ரெஷ் எப்பவுமே மாஸ்க் போட்டுன்னு போவான். அப்போ மாஸ்க் போடாம போய் கடைக்கார பார்த்துக்கிட்டோம். போயிட்டு அந்த இது போயிட்டு அந்த இது புகையில வச்சு கொடுங்க, எக்ஸ்ட்ரா வச்சு கொடுங்க. சாப்பிட்டுட்டு கூட இல்லை, இவ்வளோ ஸ்மோக் பண்ணாரு கிரிகிரின்னு போல பத்துட்டாரு அவரு. சண்டை நடந்து என்ன நடக்குதுன்னே தெரியல அவருக்கு. அதுவும் செம்மையா இருந்துறாப்பா. நல்லா இருந்துச்சு. ஆனால் படம் ஜாலியாக இருந்துச்சு. எல்லாருமே அப்படி ஃபன் மாதிரி எடுத்துருக்காங்க. கொரோனா டைம்ல எப்படி இருக்கும். ஆனா அந்த ஒன்று தான் கொரோனா டைம்ன்றாங்க, அவங்க பாட்டு சுத்தினே இருக்காங்க. அதான் சொல்லிச்சு அந்த படம் சிட்டியில் இருக்கிறது. நாங்கள் அது ஏன் அப்படி சொல்லிச்சு, அதுவும் அவங்க தான் இது சும்மா ஒரு பிட்டு போட்டு இருக்காங்க. அந்த பொண்ணு ஷார்ட் கன் லெஃப்ட்ல தான் எழுதிச்சு பத்தி. அது அந்த கொரோனா டைம்ல போலீஸ்லாம் வந்தா நம்ம எப்படி தைச்சு ஓடுவோம், நம்ம இதுகிட்ட நின்று இருப்போம் பால் வாங்குறோம்னு சொல்லிட்டு போலீஸ் வந்தோடனே தைச்சு ஓடுவோம். அதெல்லாம் நல்லா இருந்தது. அதே மாதிரி பண்ணிட்டு அது ஒண்ணு கிரவுண்ட்ல மாட்டிக்கினாங்க. சரியா, இவர் வாழைப்பழத்தை சொல்லுங்க சார். என்ன எனக்கு நான் சின்ன வயசுல கிரிக்கெட் ஆட்டு வாழைப்பழத்தை எடுத்து பாலை தூக்கி ஒருத்தங்க வீட்டில் வச்சிட்டோம் தெரிச்சிட்டோம் எல்லாம். நினைச்சு செருப்பு விட்டு போயிட்டு நான். அப்புறம் என்ன பண்ணோம், அவங்க அந்த இடத்துல அவனும் ஒரு ஆளை நின்றுனாங்க. நடுவே பொறுமையாக ஓரமாக நந்து வர மாதிரி நந்து வந்துட்டு செருப்பு எடுக்கிறேன் பார்த்துட்டாங்க. நில்றான்னு தெரிச்சு ஓட்டேன். எனக்கு அந்த சீன் ஞாபகம் கேஷுவலான நாமெல்லாம் இல்லை சார். அந்த இது இருக்கும் பார்த்தியா, அந்த சிம்பு படம் ஒன்று இருக்கும், we were coming this way they are coming that way. சார் நான் தான் சார் செயின் அடிச்சேன். செயின் இருக்குல்ல சார், வானம் நான் தான் ஆச்சு. அதான் அவங்கள வந்து நம்ம நார்மல் சைலண்டான ரோல்ஸ் தான் பார்த்தோம். இதுல அவங்க தம்பி திட்டின பிறகு ஒரு ரியாக்ஷன் ஒரு முறைச்சாங்க பார்த்தியா. கொஞ்சம் ஃபன்னாகவும் இருந்தாங்க, எமோஷனலா இது. அவன் தம்பி அவ்வளோ திட்டினா யாருமே எதுவுமே கேட்கவே இல்லைடா அவனை. அது ஆனால் அதுக்கு ஒரு சரியான அடி வாங்கினாரு. அவங்க அப்பா சொன்ன நானே கொடுக்க வேண்டியதாக இருந்துச்சு அந்த அடி, நீ கொடுத்துட்டு பரவாயில்ல. ஆனால் ஃபாதர் ரொம்ப கூல் கேரக்டர். ரெஞ்சி பேனிக்கிற மாதிரி இருக்கணும்னு ட்ரை பண்ணுறாரு. அவர் வந்து படம் எல்லாமே நல்லா இருக்கு, பெர்ஃபார்மன்ஸ் பண்ண அவரோட இதுவே நல்லா இருந்துச்சு. கரையாத போல இதே நான் கரையில நீ போயிட்டு அதான் அந்த ஸ்டார்டிங் ஒரு டிப் இருக்கும், அதை மட்டும் நீங்கள் சர்வை பண்ணிட்டீங்கன்னா அதுக்கப்புறம் படம் வேற லெவல். கேஷுவல் சும்மா அப்படியே ஜாலியாக போட்டு ஒரு 40 மினிட்ஸ் வரைக்கும் அந்த மாதிரி இருந்துச்சு. அதுக்கப்புறம் அந்த ஏதாவது அந்த லெட்டர் வந்துச்சுன்னு அதுக்கப்புறம் தான் அந்த ஒரு பிளாட்டே ஆரம்பிச்சு படம் நல்லா போச்சு. நிஞ்சா பைக் வச்சு இல்லைடா, வீட்டில் இந்த பைக் வேற, இவன் வச்சிருந்த பைக் வேறு நினைக்கிறேன். அது ஃப்ரண்ட் ஃபுல்லாக அந்த R15 மாதிரி இருந்துச்சு வீட்டில் இருந்த பைக்கு. இவன் வச்சிருந்த டாமினர் 400 அவர் ஃபிஷிங் ராட் வச்சிட்டாருங்க. தண்ணியில தள்ளி விட்டு அவர் பாவண்டா. மேத்யூவும் சரி நேஷனலும் சரி அது ஒரு பையனும் சரி 3 பேருமே நல்லா பண்ணிருந்தாங்க சார். அந்த லெட்டர் நேஷனல் மாதிரி சந்தேகம் இதுங்க அந்த இது கேட்கும் போது நேஷனல் போய் எதனா சொல்லிடுவான், இவங்களுக்குள்ளதான் சண்டை வரும் போல அவர் தெரிஞ்சு அப்படி நினைச்சோம். இவங்க 2 பேர் சேர்ந்துருவாங்கன்னு நினைச்சேன் நானு. ஸோ நல்ல மூவி, நல்லா இருந்துச்சு, ஃபன்னாக இருந்துச்சு மூவி. ஓகே கைஸ், நம்ம இன்னொரு வீடியோவில் ஒரு ஃபன் மூவி ரியாக்ட் பண்ணுவோம். அண்டர்லன் சரி பரத் சரி ஆஃப்.